അവസാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മലയാളികളായ 2 പ്രവർത്തകരെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ പിടികൂടുകയും ഈ പ്രവർത്തകർ ഭീകരാക്രമണം നടത്താനായി യുപിയിലേക്ക് വന്നതാണ് എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കോഴിക്കോട് വടകര സ്വദേശിയായ ഫിറോസ് എന്ന ഒരു സഹോദരനെയും പത്തനംതിട്ട പന്തളം സ്വദേശിയായ അൻഷാദ് എന്ന സഹോദരനെയുമാണ് യുപിയിലെ പോലീസ് തട്ടിക്കൊണ്ടുപോയി 5 ദിവസത്തോളം നിയമവിരുദ്ധ തടങ്ങളിൽ വെച്ച് അതിക്രൂരമായവരെ പീഡിപ്പിച്ച് പോലീസ് രംഗത്ത് വരികയായിരുന്നു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട വസ്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് യുപി പോലീസ് പ്രദർശിപ്പിക്കുകയും വാർത്താ സമ്മേളനത്തിൽ വിവരിക്കുകയും ചെയ്തിട്ടുള്ളത്. 16ഓളം സ്ഫോടക വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു അത്രേ. നാം ഒന്ന് ചിന്തിക്കണം. യുപി പോലീസ് ഇവിടെ വാർത്താ സമ്മേളനം നടത്തുന്നു. പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരി 11-ാം തീയതി ബീഹാറിലെ കത്തിഹാറിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലേക്ക് കയറുന്ന ഈ 2 മലയാളികളായ ചെറുപ്പക്കാരുടെ കൈവശവും അവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ബാഗിനപ്പുറം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒന്നും കണ്ടെത്തുവാനോ തെളിവുകൾ ഹാജരാക്കുവാനോ ഇന്നേ വരെ യുപി പോലീസിനെ കൊണ്ട് സാധ്യമായിട്ടില്ല. എന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തീവണ്ടിയിലൂടെ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഈ രാജ്യത്തെ വിവരമില്ലാത്ത RSSകാർ തയ്യാറായേക്കും. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ തയ്യാറല്ല. കാരണം നാടിന്ന് വിലയും രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലാത്ത, രാജ്യസുരക്ഷയും ഭീഷണിയും ഉയർത്തിയിട്ടില്ലാത്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ 16ഓളം മാരകമായ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ മന്ദബുദ്ധികളല്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. പിന്നെ ആരാണത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ കേരളത്തിൽ പോലും ഏകദേശം ഒരാഴ്ചക്കിടയിലുള്ള വാർത്തകൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദുർഗാവാഹിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെ കോഴിക്കോടും പാലക്കാടും എറണാകുളത്ത് പറവൂരും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കൈവശം വെക്കുകയും അതുമായി പലയിടങ്ങളിലേക്കും യാത്ര ചെയ്യുകയും ചെയ്തപ്പോൾ കേരളത്തിലെ പോലീസ് പിടികൂടുകയുണ്ടായി. കലാപങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് സംഘപരിവാരമാണ് ഈ രാജ്യത്തെ സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാരമാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത്. നാളൊന്നുവരെയും ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകനെ പോലും ഇപ്രവർത്തനത്തിൽ കൃത്യമായ രേഖകളോടുകൂടി പിടികൂടാൻ പറ്റിയിട്ടില്ല. യുപി പോലീസ് പറയുന്നു 16ഓളം സ്ഫോടക വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു അത്രേ. പിന്നെ ഡിറ്റനേറ്ററുകൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പൊലിപ്പിക്കുകയാണ്. തീവ്രവാദ കേസുകളിലും ഭീകരവാദ കേസുകളിലും ഒക്കെ ആരെങ്കിലും ഒക്കെ എവിടെ നിന്ന് പിടികൂടിയാൽ ഉടൻ തന്നെ പോലീസ് നിരത്തുന്നത് ഇങ്ങനെയുള്ള കാര്യകാരണങ്ങളൊക്കെയാണല്ലോ. ഡിറ്റനേറ്ററുകൾ ഉണ്ടായിരുന്നു, അവരുടെ കൈവശം തോക്കുകൾ ഉണ്ടായിരുന്നു, വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കണം, ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഇവിടെ കരുനാഗപ്പള്ളിയിൽ അല്ലെങ്കിൽ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പോലും ഇപ്രകാരം മാരക ആയുധങ്ങളുമായി ആരെങ്കിലും കടന്നു വന്നാൽ അവരെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടുന്നത് റെയിൽവേ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പലയിടങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട് എന്നിരിക്കെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ യാതൊരുവിധ ഗൗരവമില്ലാതെ നിസാരമായിട്ട് പോലീസിന്റെ കണ്ണിൽപ്പെടുന്ന നിലയിൽ ഇതൊക്കെ അങ്ങ് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ വിവരമുള്ളവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു. 12 റെയിൽവേ ടിക്കറ്റുകൾ. സ്വാഭാവികമായും നിരന്തരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ കൈവശം റെയിൽവേ ടിക്കറ്റുകൾ ഉണ്ടാകും. അതൊക്കെ ഭീകരവാദത്തിന്റെ അടയാളമാണോ? 4 ATM കാർഡുകൾ 2 പേരുടെ കൈവശത്ത് നിന്ന് പിടികൂടി. എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെയും അവരുടെ പേഴ്സുകൾ എടുത്ത് പരിശോധിച്ചാൽ 1-ലധികം ATM കാർഡുകൾ ഉറപ്പായും കൈവശമുണ്ടാകും. ഇതൊക്കെ ഭീകരവാദത്തിന്റെ അടയാളമാണോ? മെട്രോ കാർഡുകൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്കും അതേപോലെ
മെട്രോ സിറ്റികളിലേക്ക് നമ്മൾ പോയാൽ സഞ്ചാര സൗകര്യത്തിന് വേണ്ടി കയ്യിൽ മെട്രോ കാർഡുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും, പെൺഡ്രൈവുകൾ കൈവശം വെച്ചിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും തെളിവുകൾ നിരത്തിയിട്ട് നിരപരാധികളായ ചെറുപ്പക്കാരെ ഭീകരവാദികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് UP പോലീസും സംഘപരിവാരവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ആരോപണങ്ങളാണ്! അൻഷാദ് എന്ന പന്തളത്തുള്ള ഈ സംഘടനയുടെ പ്രവർത്തകൻ, അവനൊരു ബ്ലാക്ക് ബെൽറ്റുകാരനായിരുന്നു അത്രേ. അതിപ്പോ ഈ രാജ്യത്തിന് വിരുദ്ധമായ കാര്യമൊന്നും അല്ലല്ലോ ഒരു ചെറുപ്പക്കാരൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെന്താ? അതുകൊണ്ട് തന്നെ അൻഷാദ് പ്രസ്ഥാനത്തിന്റെ ആക്രമണ വിഭാഗം മേധാവിയായിരുന്നു എന്നാണ് ജന്മഭൂമിയും ജനഞ്ചാനലും ഒക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫിറോസ് മാരകമായ ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ്. പ്രസ്ഥാനത്തിന്റെ ആക്രമണ വിഭാഗം ഡിവിഷണൽ ചീഫ് കമാൻഡറാണ്. ഇതൊക്കെ ഇങ്ങനെ പറയാണ്. നമ്മൾ നോക്കണം, നിസ്സാരമായി ചെറുപ്പക്കാരെ ഭീകരവാദികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈനാഗപ്പള്ളിക്കാർക്ക് ICSകാർക്ക് അതിന്റെ കഥകളൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ഈ നാടിന്റെ മുത്തായ കേരളക്കാരുടെ ഹൃദയത്തിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുപോലെ എത്രയോ രാവുകളിൽ മതപ്രഭാഷണ വേദികളിലും പൊതുപ്രഭാഷണ വേദികളിലുമൊക്കെ തീതുപ്പുന്ന പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവനായ ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി, നിരപരാധിയായ വികലാംഗനായ രോഗിയായ പൊതുപ്രവർത്തകനായ മതപ്രഭാഷകനായ അബ്ദുൽ നാസർ മഅദനിയെ ഒരൊറ്റ രാത്രി കൊണ്ട് ഭീകരവാദിയാക്കാൻ സംഘപരിവാര അനുകൂല പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കൂടെ സാധ്യമായിട്ടുണ്ട്. 20 വർഷത്തിലേറെ അദ്ദേഹം നിരപരാധിയായി അനന്തമായി നീളുന്ന വിചാരണ പ്രഹസനങ്ങൾക്ക് ഇരയായി കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കള്ളക്കഥകളിൽ കുടുക്കപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാർ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ കഥനകഥകൾ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കേണ്ടതില്ല എന്ന കൃത്യമായ ബോധം വിനീതനുണ്ട്. എന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞു വരുത്തിയത്? NDF എന്ന തീവ്രവാദ പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടപ്പോൾ SDPI എന്ന മറ്റൊരു ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക് കുടിയേറി പാർത്തവരാണ് ഇവരെന്നാണ് ജന്മഭൂമി അച്ചുനിരത്തിയിരിക്കുന്നത്. നമ്മൾ നോക്കണം, NDF എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. 1990കളിൽ ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരം അരങ്ങുവാണുകൊണ്ടിരിക്കുമ്പോൾ പള്ളികൾ തകർത്തുകൊണ്ട്, കലാപങ്ങൾ നടത്തിക്കൊണ്ട്, മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ട്, ഭയപ്പാടിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സംഘപരിവാരം ഇവിടെ അരങ്ങുവാണുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഘീയാക്രമണത്തെ പ്രതിരോധിക്കാൻ ഈമാനുള്ള നട്ടെല്ലിനുറപ്പുള്ള ചെറുപ്പക്കാർ വേണമെന്നുള്ള ബോധത്തോടുകൂടി ദീർഘവീക്ഷണമുള്ള ദിശാബോധമുള്ള സമുദായത്തിന്റെ സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള നായകന്മാർ, നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിന്റെ അടുത്ത് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിൽ NDFന് രൂപം കൊടുക്കുകയുണ്ടായി. സമാന ചിന്താഗതിയോടുകൂടി തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മനിത നീതി പാസറൈ MNB എന്ന പേരിൽ മറ്റൊരു സംഘം വരികയുണ്ടായി. അതുപോലെ തന്നെ കർണാടകയിൽ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന പേരിൽ KFD എന്ന മറ്റൊരു പ്രസ്ഥാനവും ഉണ്ടായി. എന്നാൽ നാളുകൾക്ക് ശേഷം സമാന ചിന്താഗതിക്കാരായ ഈ 3 പ്രസ്ഥാനങ്ങളും NDFും MNBയും KFDയും ഒന്നു ചേർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറുകയും രാജ്യത്തിന്റെ 17-ലധികം സംസ്ഥാനങ്ങളിൽ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ NDF എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് വരെയും നിരോധിക്കപ്പെട്ടിട്ടില്ല. അത് പോപ്പുലർ ഫ്രണ്ടായി വളർന്നു വലുതാവുകയായിരുന്നു. അവർ NDF നിരോധിച്ചപ്പോൾ SDPയിലേക്ക് ചേർന്നു അത്രേ. എന്താ SDPI? ഈ രാജ്യത്ത് കോൺഗ്രസിനെ പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ, മുസ്ലിം ലീഗിനെ പോലെ, PDPയെ പോലെ, ഈ രാജ്യത്തുള്ള മറ്റ് പ്രസ്ഥാനങ്ങളെ പോലെ നിയമത്തിന് അനുസരിച്ചുകൊണ്ട് കൃത്യമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. പക്ഷേ 2 ചെറുപ്പക്കാരെ പിടികൂടിയിട്ട് അവരിലൂടെ എത്ര പ്രസ്ഥാനങ്ങളെയാണ് വലിച്ചിടച്ചു കൊണ്ടുവരുന്നത്, എത്ര പ്രസ്ഥാനങ്ങളെയാണ് ഭീകരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ പ്രവർത്തകർ കേരളത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയി അവിടെ പോയി ഭീകരവാദത്തിന്റെ പാഠങ്ങൾ പഠിച്ചിട്ട് വസന്ത പഞ്ചമിക്ക് ആക്രമണം നടത്താൻ വേണ്ടി വന്നതായിരുന്നു അത്രേ. ഇതൊക്കെ ഇങ്ങനെ
സംഘപരിവാരം നിരത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസ്തുത എന്ത് എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയുന്നു, ഭീകരവാദികൾ എന്നുള്ള നിലയിൽ UP പോലീസ് പിടികൂടിയ ഫിറോസും അൻഷാദും എന്ന 2 സഹോദരങ്ങൾ, അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തന്നെയാണ്. അവരോടൊപ്പം ചില ബോംബുകൾ കെട്ടിവെക്കുമ്പോൾ, അവരോടൊപ്പം തോക്കുകളും വെടിയുണ്ടകൾ വെക്കുമ്പോഴും ഞങ്ങളുടെ 2 പ്രവർത്തകരെ തള്ളിക്കളയാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ട് ഒന്നാമതായി തന്നെ പറയുന്നു, അവർ ഞങ്ങളുടെ പ്രവർത്തകരാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ പോരാട്ടങ്ങൾ നടത്തി UP പോലീസിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നവർക്ക് മോചനം കൊടുത്ത് കേരളത്തിന്റെ മണ്ണിൽ അവർ കാലുകുത്തുന്നത് വരെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇൻഷാ അല്ലാഹ് വിശ്രമമില്ലാത്ത പോരാട്ടം നടത്തുക തന്നെ ചെയ്യും. അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തന്നെയാണ്. ഈ പ്രസ്ഥാനം 17ഓളം സംസ്ഥാനങ്ങളിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിർഭയത്വം നൽകുന്നതിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നീതിയുടെ പോരാളികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തകർക്ക് സഞ്ചരിക്കേണ്ടി വരും. ആശയ പ്രചരണത്തിന്റെ ഭാഗമായി അൻഷാദും ഫിറോസും പലയിടങ്ങളിലേക്കും സഞ്ചരിക്കേണ്ടി വരും. ഈ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തടയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. രാജ്യത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. എന്ന് മാത്രമല്ല, ആശയ പ്രചരണം നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾക്കെതിരെ ആശയ പ്രചരണം നടത്തുന്ന പ്രസ്ഥാനമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്നുവരെയും തടയപ്പെട്ടിട്ടുമില്ല. ഞങ്ങളുടെ പ്രവർത്തകരാണവർ. കഴിഞ്ഞ ഫെബ്രുവരി 11-ാം തീയതി ബീഹാറിലെ കത്തിഹാറിൽ നിന്നും അവർ തീവണ്ടി കയറി. എന്തിനാണ്? മഹാരാഷ്ട്രയിലെ ബോംബെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടത്തേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. ബോംബെയിലേക്കാണ് അവർ പോകുന്നത്. അതിനുവേണ്ടി ടിക്കറ്റ് എടുത്ത് 11-ാം തീയതി യാത്ര തിരിച്ചവരാണവർ. UP-യിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമാണുള്ളത്. എന്നാൽ 11-ാം തീയതി യാത്ര തിരിച്ച ആ സഹോദരങ്ങളെ അവിടുത്തെ കുടുംബക്കാർ, അവരുടെ ഭാര്യ ഫോൺ ചെയ്തിട്ട് 11-ാം തീയതി അവരെ ലൈനിൽ കിട്ടുന്നില്ല. സ്വാഭാവികമായി നമുക്കറിയാം, ട്രെയിനിലെ യാത്രയല്ലേ, ഒരു പക്ഷേ റേഞ്ച് ഇല്ലാതെയാകും, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയേക്കാം. വീട്ടുകാർക്ക് ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നില്ല. 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ബന്ധപ്പെട്ടു, കിട്ടുന്നില്ല. പിന്നെ സംഘടനയുമായി ബന്ധപ്പെട്ടു. സംഘടനയും അവരെ അന്വേഷിച്ചപ്പോൾ അവരെ എവിടെ എത്തി, അവരെത്തേണ്ടെന്ന സമയമായിട്ടും അവരെ കിട്ടുന്നില്ലല്ലോ. സംഘടനയും അതിനെപ്പറ്റി അന്വേഷണം നടത്തി. അവസാനം ഈ സഹോദരന്മാരുടെ കുടുംബം ഫെബ്രുവരി 15-ാം തീയതി പന്തളം സ്വദേശി അൻഷാദിന്റെ ഭാര്യയും കുടുംബവും പന്തളം പോലീസിൽ കേസ് കൊടുത്തു. അൻഷാദിനെ കാണാനില്ല, ആരോ തട്ടിക്കൊണ്ടുപോയി. തൊട്ടടുത്ത ദിവസം 16-ാം തീയതി ഫിറോസിന്റെ കുടുംബവും വടകരയിൽ കേസ് കൊടുത്തു, ഫിറോസിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ഓർക്കണം, ഈ കുടുംബം പരാതി കൊടുക്കുകയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൃത്യമായ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയും ചെയ്തു എന്നറിഞ്ഞത് കൊണ്ട് മാത്രം പോപ്പുലർ ഫ്രണ്ട് ഡേ ആഘോഷിക്കുന്ന ഫെബ്രുവരി 17-ന് ഒരു ദിവസം മുമ്പ് UP പോലീസ് പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതരായി. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ആയുധങ്ങളുമായി ഇവർ പിടിക്കപ്പെട്ടു. ഇവർ ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അതല്ല എങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ കാണേണ്ടി വരുന്നത്? പലപ്പോഴും UP-യിലും മറ്റ് പലയിടങ്ങളിലും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെ 5 ദിവസം നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട ഈ ചെറുപ്പക്കാർ പിന്നീട് ഏതെങ്കിലും ഒരു പട്ടാപ്പകലിൽ തിരക്കേറി ഏതെങ്കിലും റോഡിന്റെ ഭാഗത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിന്റെയോ കെട്ടിടങ്ങളുടെ ഉള്ളിലോ, അല്ലെങ്കിൽ ആളൊഴിഞ്ഞതായ ഏതെങ്കിലും മരുപ്പറമ്പിലോ കാട്ടിലോ UP പോലീസിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നെഞ്ചത്ത് വെടിയുണ്ട ഏറ്റുവാങ്ങി മരിച്ചു വീഴുകയും ഇവർ ആക്രമിക്കാൻ വന്നവരാണ്, ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന വ്യാജ ആക്രമണത്തിന്റെ ന്യൂസ് വരികയും അല്ലെങ്കിൽ എൻകൗണ്ടർ കൊലപാതകത്തിന്റെ വാർത്ത വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മാത്രം ഈ പ്രസ്ഥാനത്തിന്റെയും അവരുടെ കുടുംബത്തിന്റെയും ഇടപെടൽ കൊണ്ട് UP പോലീസിന് അവരുടെ കസ്റ്റഡിയിൽ ഈ ചെറുപ്പക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്താൻ നിർബന്ധാവസ്ഥയിലെത്തേണ്ടി വന്നു. എന്റെ സഹോദരങ്ങളെ,
ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നതായ വസ്തുത. പക്ഷെ നാം ഒന്ന് തിരിച്ചറിയേണ്ടുന്നത് UP പോലീസിന്റെ നേതൃത്വത്തിൽ, UPയിലെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധത്തിന്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ആക്രമണ പരമ്പരകളുടെയും ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഫിറോസിന്റെയും അൻഷാദിന്റെയും അറസ്റ്റും അവരുടെ മേലുള്ള വ്യാജ കുറ്റങ്ങളുമൊക്കെ. UPയിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഇന്ത്യ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ളത് ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിലാണ്. ഇന്ത്യ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ ഏറ്റവും ക്രൂരനായ, ഏറ്റവും മോശമായ കേസുകളുള്ള, ഏറ്റവും കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് തന്നെയാണ്. അയാളാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള മുഖ്യമന്ത്രിമാരിൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് നിർത്താൻ പറ്റുന്നത്. നിസ്സാര കേസൊന്നുമല്ല, വണ്ടിക്ക് കല്ലെറിഞ്ഞതോ സമരം നടത്തിയതോ ഒന്നുമല്ല. അതിഭയങ്കരമായ കലാപങ്ങൾക്ക് ആഹ്വാനം നടത്തിയ കേസുകൾ ഉൾപ്പെടെ, കൊലപാതക ശ്രമങ്ങളും അതിനോടനുബന്ധിച്ച കേസുകളും ഉൾപ്പെടെ വലിയ വലിയ ഭീകരമായ കേസുകളുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിലവിൽ 35 MLA-മാർ വർഷങ്ങളോളം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുവാനുള്ള നിലയിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അതേപോലെ UPയിലെ 81 മുൻ MLA-മാർ ഇതേപോലെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുവാനുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. UPയിലെ എത്രയോ MP-മാർ വലിയ വലിയ കലാപങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പ്രതികളാക്കപ്പെട്ടുകൊണ്ട് ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ളതായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് നിരപരാധികളായ 2 ചെറുപ്പക്കാരെ പിടിച്ചിട്ട് അവരെ ഭീകരവാദികളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഓരോ 90 മിനിറ്റുകളിലും ഓരോ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. 6ഉം 7ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കപ്പെടുന്നു, അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അവർ തടിയും വടിയും കൊണ്ട് തല്ലിക്കൊല ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഭീകരവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഓരോ 2 മണിക്കൂറുകളിലും ഓരോ സ്ത്രീകൾ വീതം ബലാത്സംഗം ചെയ്യപ്പെടുന്ന, സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാത്ത, സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത, സ്വസ്ഥമായി വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത നിലയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വിള്ളൽ വന്നിരിക്കുന്ന, ഓരോ 2 മണിക്കൂറുകളിലും ഓരോ സ്ത്രീകൾ വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന, ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ആദിത്യനാഥ് ഭരണം നടത്തുന്ന ഉത്തർപ്രദേശ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയുക. ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ ഏറ്റവും കുറഞ്ഞത് 150 കേസുകൾ ഓരോ ദിവസവും ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 150 സ്ത്രീകളെ ആക്രമിച്ച കേസ്. നമ്മൾ നോക്കണം, അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടോ? അവിടെ ഒരു പോലീസ് സംവിധാനമുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യാജ ഏറ്റുമുട്ടലുകളും തല്ലിക്കൊലകളും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ UPയിലാണ്. പശുവിറച്ചി കൈവശം വെച്ചു എന്ന പേര് പറഞ്ഞ്, പശുവിറച്ചി തിന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട്, അതേപോലെ തെരുവോരങ്ങളിൽ പുഴുവെടുത്ത് ചീഞ്ഞു മാറുന്നതായ പശുവിന്റെ ശരീരങ്ങൾ വഴിവക്കിൽ കിടക്കുമ്പോൾ, ആ പശുവിന്റെ ശരീരം സംസ്കരിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ, ആ പശുവിന്റെ ശരീരത്തിൽ ചീഞ്ഞളഞ്ഞു മാറുന്ന ശരീരത്തിലെ തോലുരിച്ചെടുത്ത് ബാക്കിയുള്ള ഭാഗം കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഈ തോല് കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തുകൊണ്ട് കിട്ടുന്നതായ 200-300 രൂപ കൊണ്ട് ഒരാഴ്ച കുടുംബത്തിന്റെ പട്ടിണി മാറ്റാമല്ലോ എന്ന് കരുതുന്ന പാവപ്പെട്ട ദലിതുകളായ സഹോദരങ്ങൾ ഈ പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ പട്ടാപ്പകലിൽ പൊരിവെയിലത്ത് പരിപൂർണ നഗ്നരായി പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് ബെൽറ്റ് കൊണ്ടും തടി കൊണ്ടും മടി കൊണ്ടും മാറി മാറി അവിടെ അവിടിച്ച് അവശരാക്കുന്ന നിലയിൽ
തല്ലിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അവർണ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളെ നിസ്സാരമായ കേസുകൾ ആരോപിച്ചുകൊണ്ട് പരിപൂർണ നഗ്നരായി പരസ്യമായി അവരെ വിചാരണ ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ സാധാരണ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാനം എന്ന് പറയുന്നത്. ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഇരകൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ആ ബലാത്സംഗം ചെയ്ത പ്രതികൾക്ക് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തതായ ഇരകളെ വകവരുത്തുവാനും നശിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായ ഒരു ഭരണ സംവിധാനമാണ് ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നിന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ആയിരക്കണക്കിന് വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ 63 ആളുകളെ കൊന്നുകളഞ്ഞ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസാണ് ആദിത്യനാഥിന്റെ യുപിയിലെ പോലീസ് സംവിധാനം. 63 പേരെ കൊന്നുകളയുക, ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് സംവിധാനം മറ്റെവിടെയുണ്ട്? എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ജില്ലാ കളക്ടർമാര് പൊതുജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ അക്കൂട്ടത്തിൽ ആദിത്യനാഥിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ 63 പേരെ വെടിവെച്ചു കൊന്നു എന്നുള്ളത് വലിയ ഭരണനേട്ടമായി പ്രത്യേകം എടുത്തു പറയണമെന്ന് എല്ലാ ജില്ലാ കളക്ടർമാർക്കും ആദിത്യനാഥിന്റെ ഉത്തരവ് വന്നിരിക്കുകയാ. കുറ്റങ്ങൾ ചെയ്യുന്നു, അക്രമങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ചെയ്തതൊക്കെയും ഭരണനേട്ടമായി ഉയർത്തിപ്പിടിക്കുന്ന, വികസനമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നത്. ആ നാട്ടിൽ സമാധാനം എന്ന് പറയുന്നതുണ്ടോ? ആ നാട്ടിൽ സവർണർമാർക്കല്ലാതെ സ്വാതന്ത്ര്യം എന്ന് പറയാനുണ്ടോ? യുപിയിൽ നടക്കുന്നതായ പല അക്രമങ്ങളെയും മറച്ചു പിടിക്കുവാനും യുപിയിൽ RSS വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും RSS വൽക്കരണം കൊണ്ടുവരുവാനും വേണ്ടിയിട്ടാണ് സംഘപരിവാരം ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്രകാരമുള്ള മാരകവും ഭീകരവുമായ കുറ്റകൃത്യങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം, നാളെന്നുവരെയും ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയെ ഗുജറാത്താക്കി മാറ്റണമെന്നാണ്, കേരളത്തെ ഗുജറാത്താക്കി മാറ്റണമെന്നാണ്, ഗുജറാത്ത് മോഡൽ വികസനം നടത്തപ്പെടണമെന്നാണ്. ഗുജറാത്തിൽ വലിയ വികസനമൊന്നും നടത്തപ്പെട്ടത് കൊണ്ടല്ല, നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഗുജറാത്ത് വലിയ കുതിച്ചുയർന്നത് കൊണ്ടൊന്നുമല്ല. ജപ്പാനിലെയും അമേരിക്കയിലും മന്ത്രിമാര് ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ വഴിവക്കുകളിൽ കയറിക്കിടക്കാൻ കിടക്കാടും പോലും ഇല്ലാതെ ബെഡ്ഷീറ്റ് വലിച്ചു കെട്ടി ടെന്റ് കെട്ടി കിടക്കുന്ന പാവങ്ങളെ അവരെ കണ്ണിൽപ്പെടാതിരിക്കാൻ വലിയ ഫ്ലെക്സുകൾ കൊണ്ട് മറച്ചു പിടിച്ച ഗുജറാത്തിൽ ഈ പറയുന്നത് പോലെ വികസനങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്ന ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ നിസാരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കലാപങ്ങൾ നടത്തി, പരിപൂർണ ഗർഭിണിയെ വയറുകീറിക്കൊന്ന കലാപങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊന്ന കലാപങ്ങൾ, പള്ളികളും മദ്രസകളും തകർത്ത് കളഞ്ഞ, പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത, പാവപ്പെട്ടവരെ വെട്ടിയും അടിച്ചും കൊന്നും തീയിട്ട് കരിച്ചു കളഞ്ഞതായ നരേന്ദ്രമോദിയുടെ മോഡലിലുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിലെ മുസ്ലിമുകളെ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാരം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നാം അറിയുക, ഇപ്പൊ ഗുജറാത്ത് മോഡൽ എന്നുള്ളത് സംഘപരിവാരം മാറ്റിയിരിക്കുന്നു. ഇനി അടുത്ത യുപി മോഡലാണ് അവർ പിടികൂടാൻ പോകുന്നത്. യുപി മോഡൽ, ആദിത്യനാഥിന്റെ ഭരണ സംവിധാനം. വർഗീയത കൊണ്ട് കൂറുതെളിയിക്കുന്നവർക്കൊക്കെ പ്രധാനമന്ത്രി പദവും അവർക്കൊക്കെ ആഭ്യന്തര വകുപ്പും മറ്റ് സ്ഥാനമാനങ്ങളും ഒക്കെ സംഘപരിവാരം ഒഴിച്ചിടുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് രൂപം കൊണ്ടും ഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സ്വഭാവം കൊണ്ടും സംസ്കാരം കൊണ്ടും ഏറ്റവും വലിയ വർഗീയവാദി എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന യുപിയിലെ യോഗി ആദിത്യനാഥ് തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ BJPയുടെ സുരേന്ദ്രൻ നയിക്കുന്നതായ വിജയ് യാത്ര എന്ന പേരിൽ ഒരു യാത്ര കാസർഗോട്ട് നിന്ന് തുടക്കം കുറിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ യുപി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നത് കേരളത്തിൽ യുപി മോഡലാണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നത്.
കലാപങ്ങളിലൂടെയും കലാപ ആഹ്വാനങ്ങളിലൂടെയും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥ് കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ താങ്കൾ ഇവിടെ കാലുകുത്താൻ പാടില്ല. യോഗി ആദിത്യനാഥ് കേരളം വിട്ടു പോവുക എന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ച് പട്ടാപ്പകൽ അയാൾക്കെതിരെ സമരം നടത്താൻ ആർജവം കാണിച്ച ഒരേ ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായി എങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാത്രമായിരുന്നു എന്ന് അഭിമാനബോധത്തോടുകൂടി നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിന്റെ അപകടം ഈ പ്രസ്ഥാനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. എന്താ സഹോദരങ്ങളെ യോഗി ആദിത്യനാഥിന്റെ യുപിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, രാജ്യം മുഴുവനും NRC CAA വിരുദ്ധ സമരങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. പല സംസ്ഥാനങ്ങളിലും പല നിലയിലും നടക്കുകയുണ്ടായി. അതിൽ രാജ്യത്തിനു പുറത്തുപോലും കടന്ന് ലോകസഭയെ ആകർഷിച്ച സമരങ്ങളായിരുന്നു യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നടന്നിരുന്നത്. സമാധാനപരമായി നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ആ സമരങ്ങളെ ഉത്തർപ്രദേശ് സർക്കാരും പോലീസും എങ്ങനെയാണ് നേരിട്ടിരുന്നത്? പാവപ്പെട്ട സമാധാനപരമായി നടന്നുപോയിരുന്ന സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ അതിക്രൂരമായ നിലയിൽ UP പോലീസ് നേരിടുകയും 23 നിരപരാധികളായ മുസ്ലിമുകളെ അവർ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുകയുണ്ടായി. UPയിൽ നിരപരാധികളെ അതിക്രൂരമായി വെടിവെച്ച് കൊന്നുകളയുക എന്ന് മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ മയ്യത്തുകൾ ഒറ്റവർക്കോ ഉടയവർക്കോ വിട്ടുകൊടുക്കാതെ അവസാനമൊന്ന് കാണാൻ പോലുമുള്ള സാഹചര്യമൊരുക്കാതെ ഈ ജനാസകൾ UPയിലെ യോഗിയുടെ സംഘി പോലീസ് രാത്രിയുടെ നിശബ്ദതയിൽ എവിടേക്കോ കൊണ്ടുപോയി സംസ്കരിച്ച് നശിപ്പിച്ചു കളയുകയായിരുന്നു. ഇനി പരിക്ക് പറ്റിയ ആരെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സ തേടി വന്നാൽ NRC വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്ത ഒരാളെയും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് സർവ്വ ഹോസ്പിറ്റലുകളിലേക്കും UP പോലീസ് ഉത്തരവിറക്കുകയുണ്ടായി. ഇനി ആരെയെങ്കിലും ഈ ഉത്തരവ് മറികടന്നുകൊണ്ട് അഡ്മിറ്റ് ചെയ്താൽ അടുത്ത നിമിഷം ആ ഹോസ്പിറ്റൽ പൂട്ടേണ്ടി വരും. നമ്മളൊന്ന് ഓർത്തുവൊക്കെ, ഒരു രാജ്യത്തെ പോലീസ് സംവിധാനം. എന്നിട്ട് ഇനി ആർക്കെങ്കിലും അഡ്മിറ്റ് ആവണമെങ്കിൽ അവർ എഴുതി ഒപ്പിട്ട് നൽകണം, ഞങ്ങൾക്കൊരു പരാതിയുമില്ല, ഇവിടുത്തെ പോലീസ് ഞങ്ങളെ വെടിവെച്ചിട്ടില്ല, ഇവിടുത്തെ ഭരണകൂടം ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടുത്തെ RSS ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കണമായിരുന്നത്രേ. കണ്ണിൽ കണ്ടവർക്കെല്ലാം എതിരെ കേസാണ്. ഒരു ദിവസം 1 ലക്ഷം FIR ഉൾപ്പെടെയാണ് UP പോലീസ് NRC വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്തത്. ഒരു ദിവസം 1 ലക്ഷം കേസ് വീതം. കേസെടുത്തിട്ട് എന്ത് ചെയ്യും? ഇവരുടെ ഫോട്ടോ പതിപ്പിച്ച പോസ്റ്ററുകൾ നാട് മുഴുവൻ ഒത്തിക്കും. ഇവരെ ഭീകരവാദികളാക്കും, ഇവരെ തീവ്രവാദികളാക്കും, ഇവരെ പിടികിട്ടാപ്പുള്ളികളാക്കും. എന്നിട്ട് ഇവരുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വന്നിട്ട് കൊള്ളയടിക്കും. പോലീസുകാരും RSSകാരും ഇവരുടെ സമ്പത്ത് മുഴുവനും പിടിച്ചെടുക്കും. വർഷങ്ങളോളം അധ്വാനിച്ച് പ്രിയപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ചു വച്ച പണവും പണ്ടവും ഉൾപ്പെടെ കോടാനുകോടി രൂപയാണ് യോഗിയുടെ പോലീസും RSSകാരും വീടുകളിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം NRC വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരെ പീഡിപ്പിക്കുക. പിന്നെ നാളുകൾക്ക് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തിട്ടെന്താ? പോലീസിന്റെ ബാരക്കിലേക്ക് 180ഉം 200ഉം ആളുകളെ തിരികെ കയറ്റും. സ്റ്റേഷനിൽ കൊണ്ടുപോയി പേരിനൊരു നടപടിയെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേഷനിലല്ല, തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കോ മറ്റ് കെട്ടിടങ്ങളിലേക്കോ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കാതെ അതിക്രൂരമായി പീഡിപ്പിക്കും. ക്ഷീണിച്ച തളർന്നുറങ്ങാൻ പോലും സമ്മതിക്കില്ല. ആരുടെയെങ്കിലും കണ്ണൊന്നടഞ്ഞു പോയാൽ മുഖത്തെ ശക്തമായി പ്രഹരിക്കുകയോ വെള്ളമൊഴിക്കുകയോ ചെയ്യും. തോക്കും ലാത്തിയും കൊണ്ട് അവരെ അടിച്ച് അവരെ ഉണർത്തും. ഇങ്ങനെ അതിക്രൂരമായുള്ള നിലയിൽ അവരെ പീഡിപ്പിക്കുകയും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും അവരുടെ സ്വത്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ആദിത്യനാഥിന്റെ UP പോലീസ് NRC CAA വിരുദ്ധ സമരങ്ങളെ നേരിട്ടിരുന്നത്. ഇതിന്റെയൊക്കെ അവസാന ഉദാഹരണം മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 2 പ്രവർത്തകരെ പിടിച്ച് ഭീകരവാദികളാക്കുന്നത്. തീർന്നിട്ടില്ല. രാജ്യത്ത് തല്ലിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് UPയിലാണ് ഏറ്റവും കൂടുതൽ. തല്ലിക്കൊലകൾ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഏറ്റവും ഭീകരമായ ഒരു തല്ലിക്കൊലയാണ്. മുഹമ്മദ് അഖ്ലാഖ് എന്ന വയോവൃദ്ധനായ മനുഷ്യൻ
തന്റെ 2 ആൺമക്കളിൽ ഒരാളെ ഈ രാജ്യത്തിന്റെ പട്ടാള സേവനത്തിന് വേണ്ടി അയച്ചിരുന്ന മുഹമ്മദ് ഖലാഖ് ഒരു ദിവസം പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ ആട്ടിന്റെ ഇറച്ചി വിൽപ്പന നടത്തുന്നതായി അദ്ദേഹം കണ്ടു. തന്റെ വീട്ടുകാർക്കും തന്റെ മകനും ആട്ടിറച്ചി വലിയ ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം ആട്ടിറച്ചി വാങ്ങി വീട്ടിൽ കൊണ്ടുവരികയും അല്പമെടുത്ത് പാചകം ചെയ്യാൻ വീട്ടുകാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് അവിടുത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ആട്ടിറച്ചി പാചകം ചെയ്യുന്നതിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പടർന്നപ്പോൾ അഖ്ലാഖിന്റെ വീട്ടിൽ ഗോമാതാവിനെ പാചകം ചെയ്യുന്നു എന്ന കള്ളക്കഥ അടുത്തുള്ള ക്ഷേത്രത്തിന്റെ മൈക്കും ഓണും ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരം വിളംബരം ചെയ്യുകയും തടിയും വടിയും കല്ലുകളുമായി സംഘപരിവാർ ഭീകരവാദികൾ അഖ്ലാഖിന്റെ വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്തു. സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കണം. ഈ രാജ്യത്ത് പശുവിറച്ചി തിന്നുക എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വലിയ കൊടിയ പാതകമാണോ? ഒരു മനുഷ്യനെ തല്ലിക്കൊന്നുകളയാൻ പറ്റുന്ന ഒരു കൊടിയ പാതകമാണോ പശുവിറച്ചി തിന്നുക എന്ന് പറയുന്നത്? എന്നാൽ ഈ ഭീകരവാദികൾ വീടുകളിലേക്ക് കടന്നു വന്ന് പ്രായമേറിയ മുഹമ്മദ് അഖ്ലാഖിനെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വലിച്ചിറക്കി. തടസ്സം പിടിക്കാൻ പോയ അദ്ദേഹത്തിന്റെ മറ്റൊരു മകനെയും വലിച്ചിറക്കി. കയ്യിൽ കരുന്നിരുന്നതായ തടി കൊണ്ട് തലയ്ക്കും ശരീരത്തും അടിച്ചു. വലിയ വലിയ ബ്ലോക്ക് കട്ടകളെടുത്ത് തലയിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാവം മനുഷ്യനെ അതിക്രൂരമായി തല്ലിക്കൊന്നു കളയുകയും അതിന്റെ പ്രതികളായ ആളുകളുടെ മേൽ നിസ്സാരമായ കുറ്റം ചുമത്തി വെറുതെ വിടുകയും ചെയ്തത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലാണ്. ദേശത്തെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. മുസഫർ നഗറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് ലവ് ജിഹാദ് പറഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ RSSന്റെ തലതെറിച്ച കുട്ടികളും പോലീസുകാരും കയറിയിറങ്ങി, വീടുകൾ കയറിയിറങ്ങി പീഡനങ്ങൾ നടത്തി, ബലാത്സംഗം നടത്തി, പാവങ്ങളെ തല്ലിച്ചതച്ച് വീടുകൾ കയറിയിട്ട് കൊള്ളയടിച്ചിട്ട് അവർ നരനായാട്ടം നടത്തുകയായിരുന്നു മുസഫർ നഗറിൽ. എന്നിട്ട് അതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ ഓരോന്നോരോന്നായി യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ആ കേസ് വെറുതെ വിടുകയും പ്രതികളെ നിരപരാധികളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണുണ്ടത്. നമ്മൾ നോക്കണം. സർക്കാർ സ്പോൺസേഡ് കലാപങ്ങൾ നടത്തപ്പെടുകയും കലാപങ്ങളിലെ പ്രതികൾക്ക് ുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ദിവസം UPയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വാർത്താ മാധ്യമങ്ങളെ സ്വീകരിച്ചത്. അഥവാ യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജിൽ 24-ലധികം നവജാത ശിശുക്കളാണ് ഓക്സിജൻ ലഭിക്കാതെ ശ്വാസം മുട്ടി മരിച്ചുപോയത്. ശ്വാസം മുട്ടി മരിച്ചുപോയെന്നല്ല പറയേണ്ടത്, യോഗി ആദിത്യനാഥ് ശ്വാസം മുട്ടിച്ചവരെ കൊന്നുകളയുകയായിരുന്നു. നമ്മൾ അറിയണം, ഇത് ഒരു സംഭവം മാത്രമല്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ആ ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിൽ മാത്രം ഒരൊറ്റ മാസം 415 കുഞ്ഞുങ്ങളാണ് ശ്വാസം കിട്ടാതെ മരിച്ചുപോയത്. ഇയാളെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? ഇയാളെ ഒരു മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും മരുങ്കൊല ചെയ്യുകയും ആ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യാത്ത പിശാചിന്റെ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യ പിശാചാണ് UPയുടെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്. ഏകദേശം 8 മാസം കൊണ്ട് 1250 കുഞ്ഞുങ്ങളെയാണ് യോഗി ആദിത്യനാഥ് ശ്വാസം മുട്ടിച്ചു കൊന്നുകളഞ്ഞിരുന്നത് UPയിൽ.
കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അയാൾ വെറുതെ വിട്ടില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി, ഇനിയും ഇങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവോടുകൂടി തന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് ഓക്സിജൻ സിലിണ്ടർ വാങ്ങാൻ തയ്യാറായി വന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ കഫീൽ ഖാൻ. നമ്മൾ ആരും ആ പേര് മറന്നിട്ടില്ല. അദ്ദേഹത്തെ ആദ്യം നമ്മൾ അറിയുന്നത് സ്വന്തം പണത്തിൽ നിന്ന് ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ഓക്സിജൻ സിലിണ്ടറുകൾ മേടിച്ചു കൊടുത്ത ഒരു ഡോക്ടർ എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഓക്സിജൻ സിലിണ്ടർ വാങ്ങിക്കൊടുത്ത കഫീൽ ഖാനെ ഭീകരവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് ജയിലിൽ അടയ്ക്കുകയായിരുന്നു ചെയ്തത്. മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നു. വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ എന്നിട്ടും ആ മനുഷ്യനെ വെറുതെ വിട്ടില്ല. എന്തിനാ? ആദിത്യനാഥിനെതിരെ പാർട്ടി ഉണ്ടാക്കിയതിനല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനായതിനു വേണ്ടിയിട്ടല്ല, പിന്നെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കാൻ സ്വന്തം പണം കൊടുത്തുകൊണ്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്നതിനൊരു മനുഷ്യനെ വേട്ടയാടുകയാണ് യോഗി ആദിത്യനാഥ്. NRC വിരുദ്ധ സമരം വന്നപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നടത്തപ്പെട്ട ഒരു പരിപാടിയിൽ അദ്ദേഹം രാജ്യസുരക്ഷയ്ക്കെതിരായി പ്രഭാഷണം നടത്തി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കഫീൽ ഖാനെ വീണ്ടും യോഗി ആദിത്യനാഥ് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. 7 മാസം അദ്ദേഹത്തെ ജയിലിലിട്ടു. ജയിലിൽ കിടന്നുകൊണ്ട് ജയിൽ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കഫീൽ ഖാൻ തന്റെ സഹോദരൻ ഒരു കത്തെഴുതി. എന്ന് പറഞ്ഞാൽ 500 പേരോളം കിടക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ 3000-ത്തിലധികം ആളുകളെ കൊണ്ടുവന്നു കുത്തി നിറച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു. രോഗം പടർന്നു പന്തലിക്കുന്നു. അതിരൂക്ഷമായ വിയർപ്പിന്റെ ഗന്ധം കൊണ്ട് ജയിലറകൾക്കുള്ളിൽ കിടക്കാൻ പറ്റില്ല. വായു സഞ്ചാരമില്ല, പ്രകാശമില്ല, കൃത്യമായ നല്ല ഭക്ഷണമില്ല, വൃത്തിയും വെടുപ്പുമില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ 4-5 ആളുകളുടെ ശരീരത്തിൽ കൈകാലുകൾ വെച്ചിട്ടല്ലാതെ ഒരാൾക്കും ആ ജയിലറകൾക്കുള്ളിൽ ഉറങ്ങാൻ പറ്റില്ല. ഇത്രയും ക്രൂരമായ നടപടികളാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് പറയുമ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നത് RSS സിദ്ധാന്തത്തെയാണ്. RSS എന്ന് പറഞ്ഞാൽ സവർണന്മാരെയല്ലാത്ത മറ്റാരെയും മനുഷ്യരായി കാണാത്ത മനുവാദത്തിന്റെ സിദ്ധാന്തമാണ് RSS ഉയർത്തിപ്പിടിക്കുന്നത്. ആ യോഗി ആദിത്യനാഥിന്റെ ഇന്ത്യ കൊണ്ടുവരാൻ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് സമാധാനം ലഭിക്കുമെന്ന് കരുതണ്ട. ആ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കോ കമ്മ്യൂണിസ്റ്റുകൾക്കോ ദലിതുകൾക്കോ സമാധാനം ലഭിക്കുമെന്ന് കരുതണ്ട. ഇപ്പോഴും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ മനുവാദം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തല്ലിക്കൊലകൾ നടക്കുന്നത്, നീതി നിഷേധങ്ങൾ നടക്കുന്നത്. എന്ന് മാത്രമല്ല, അവർണ കുടുംബത്തിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽപ്പെട്ട ദലിതുകളായ മനുഷ്യര്, താഴ്ന്ന ജാതിക്കാരായ മനുഷ്യര്, ഇപ്പോഴും ചെരുപ്പ് കുത്താൻ വിധിക്കപ്പെട്ടവർ, മലം ചുമക്കാൻ വിധിക്കപ്പെട്ടവർ, അവർക്ക് അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം പോലും സവർണന്മാർ UP-യിൽ കൊടുക്കുന്നില്ല. വിവാഹത്തിന്റെ ദിവസം ഒരാദിവാസി യുവാവിനെ സംഘപരിവാർ ഭീകരവാദികൾ തല്ലിച്ചതച്ചത് വിവാഹത്തിന്റെ ദിവസം അണിഞ്ഞൊരുങ്ങിയിട്ട് കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടാ. അതിനുള്ള സ്വാതന്ത്ര്യമില്ല. വഴിവക്കിൽ 19 വയസ്സുള്ള കുട്ടികൾ മൂത്രമൊഴിച്ചാൽ ദലിത് കുടുംബത്തിൽപ്പെട്ടവരായതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരു സിദ്ധാന്തമാണ് RSS ഇന്ത്യ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് എങ്കിൽ RSS വൽക്കരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ആദിത്യനാഥും സംഘപരിവാരവും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നാട്ടിൽ ഹിന്ദു കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും സമാധാനമില്ല. ഇപ്പൊ നമ്മൾ കണ്ട വാർത്തയുണ്ട്, UP-യിൽ ഹത്രാസ് പീഡനമൊക്കെ നമുക്കറിയാം. അതേ ഹത്രാസിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി കേസ് കൊടുക്കുകയും അതിന്റെ പേരിൽ പ്രതിയെ പിടിക്കുകയും എന്നാൽ അവനെ ജാമ്യം കൊടുത്ത് വെറുതെ വിടുകയും ചെയ്തപ്പോൾ തനിക്കെതിരെ കേസ് കൊടുത്തതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ പിതാവിനെ അവൻ വെടിവെച്ചു കൊല്ലുക. ഇതൊക്കെ സർവ്വസാധാരണമാണ് ഉത്തർപ്രദേശിൽ.
സർവ്വസാധാരണമാണ് ഉത്തർപ്രദേശ്. ഹത്രാസിൽ നടന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ. 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ യോഗി ആദിത്യനാഥിന്റെ ഉന്നത കുലജാതന്മാരെന്ന് പറയപ്പെടുന്ന സവർണ ഭീകരവാദികൾ അവളുടെ ശരീരത്തിൽ കിടന്ന ദുപ്പട്ടയെടുത്ത് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി ശ്വാസമോ ശബ്ദമോ പോലും പുറത്തേക്ക് വരാതെ അവളെ വലിച്ചടച്ച് പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി. ഈ 4 ഭീകരവാദികളും മാറി മാറി മണിക്കൂറുകളോളം എടുത്ത് അവളെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നീട് അവളുടെ ശരീരം ലഭിക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അതിക്രൂരമായ പീഡനത്തിന്റെ പേരിൽ ആ 19 വയസ്സുള്ള പെൺകുട്ടിയുടെ 2 കൈകളും 2 കാലുകളും തളർന്നു പോയി എന്നാണ്. എന്ന് മാത്രമല്ല, ഈ പീഡിപ്പിച്ചവന്മാരുടെ പേര് പുറത്തു പറയാതെ ഇരിക്കാൻ ആ പെൺകുട്ടിയുടെ നാവ് മുറിച്ചെടുക്കുകയുണ്ടായി. നമ്മൾ നോക്ക്, ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എത്ര വലിയ കോളലൊക്കെ ഉണ്ടാവും. ആ പ്രതികളെ പിന്നെ ജീവനോടുകൂടി പുറപ്പെടാൻ ഉത്തരവാദിത്തമുള്ള ഒരു സംസ്ഥാന സർക്കാർ അനുവദിക്കുവോ? പക്ഷെ എന്താ ചെയ്തെന്നറിയോ? ഈ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ അവളുടെ മൃതശരീരം വീട്ടുകാർക്ക് പോലും കൊടുക്കാതെ യുപി പോലീസ് രഹസ്യമായി കൊണ്ടുപോയി ഏതോ കാട്ടിൽ കൊണ്ടിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ കത്തിച്ചു കളഞ്ഞു. തൊട്ടടുത്തുള്ള ദിവസം കത്തിക്കരിഞ്ഞ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മൃതശരീരമാണ് ആ വീട്ടുകാർക്ക് കിട്ടിയത്. എന്ന് മാത്രമല്ല, ഈ ക്രൂരമായ പീഡനത്തിന് അവളെ വിധേയരാക്കിയ സവർണ സംഘപരിവാര മൃഗങ്ങളെ നിസാരമായ കേസ് ചുമത്തിയിട്ട് ജയിലിലടക്കി അവന്മാർക്ക് വെറുതെ വിടാൻ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ ഹിന്ദുക്കൾക്ക് പോലും സമാധാനമില്ല. ഉന്നാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹത്രാസിൽ നിന്ന് തന്നെ 1ഉം 2ഉം സംഭവം നമ്മൾ കേട്ടു. ഉന്നാവോ പീഡനം നമ്മൾ മറന്നിട്ടില്ല. അവിടെയും 1ലേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാരും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി. അവള് പോലീസിൽ കേസ് കൊടുത്തു. പക്ഷേ ആ പെൺകുട്ടിക്ക് വേണ്ടി നടപടിയെടുത്തില്ല ഉത്തർപ്രദേശ് പോലീസ്. പ്രതികളെ പിടികൂടിയില്ല. ആ പ്രതികൾ എന്താ ചെയ്തത്? തങ്ങൾക്കെതിരെ പരാതി കൊടുത്തതിന് ഉന്നാവിലെ പാവപ്പെട്ട പെൺകുട്ടിയെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തി ശിക്ഷ എന്നോണം അവളുടെ തലയ്ക്ക് മീതെ മണ്ണെണ്ണ ഒഴിച്ച് ജീവനോടെ അവളെ ചുട്ടേരിച്ചിട്ട് ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചവൾ മരണപ്പെടുകയായിരുന്നു. ഇരകളോടൊപ്പം നിൽക്കാൻ ഉത്തർപ്രദേശ് പോലീസിന് പറ്റുന്നില്ല. ഉത്തർപ്രദേശ് പോലീസിൽ എങ്ങനെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നറിയോ? പ്രത്യേകമായ സംഘടനകളും ഏജൻസികളുമുണ്ട്. അതിൽ നിന്ന് RSSനോട് പ്രതിബദ്ധതയും കൂറും പുലർത്തുന്നവർക്ക് മാത്രമാണ് പോലീസിലേക്ക് റിക്രൂട്ട്മെന്റ് നൽകിക്കൊണ്ടവരെ പോലീസുകാരാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉന്നാവിൽ നടന്ന 17 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായി? 17 വയസ്സുള്ള പെൺകുട്ടി മുസ്ലിമല്ല, ഒരു ഹിന്ദുവായ പെൺകുട്ടിയുടെ കാര്യമാണിത് പറയുന്നത്. യുപിയിൽ നടക്കുന്നത് എന്ത് എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നയവിശദീകരണ സമരങ്ങൾ നടത്തുമ്പോൾ അത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഹിന്ദുവിനെയും മുസ്ലിമിനെയും രാജ്യത്തുള്ള ഓരോ ജനങ്ങളെയും കശാപ്പ് ചെയ്യുന്ന RSS പ്രതിനിധാനം ചെയ്യുന്നതായ ഒരു പ്രത്യയ ശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന യോഗി ആദിത്യനാഥ് എത്രയും വലിയ ഭീകരവാദിയാണ് എന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. 17 വയസ്സുകാരിയായ മിടുക്കിയായ ഒരു പെൺകുട്ടി, അവൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി അന്വേഷണങ്ങൾ നടത്തപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന BJPയുടെ MLA ആയ കുൽദീപ് സിംഗ് സെങ്കാറിനെ പോയി കണ്ടാൽ അവൾക്ക് ജോലി ലഭിക്കുമെന്നുള്ള കാര്യം വരെ എത്തി. അങ്ങനെ പാവപ്പെട്ട ഹിന്ദു സമുദായത്തിലെ പെൺകുട്ടി BJP അയാളും അയാളുടെ കൂട്ടാളികളും ചേർന്ന് ഈ പാവം പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു, കൂട്ടബലാത്സംഗത്തിനിരയാക്കി. എന്നാൽ ഈ പെൺകുട്ടിയും കുടുംബവും തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. ഇയാൾക്കും ഈ BJP MLAക്കെതിരെ കേസ് കൊടുത്തു. കൃത്യമായ നടപടികൾ ഉണ്ടായില്ല. വീണ്ടും സമരത്തിന്റെ ഭാഗമായി യോഗി ആദിത്യനാഥ് എന്ന യുപിയിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ മുമ്പിൽ ദിവസങ്ങളോളം സമരം നടത്തി. തന്റെ വീട്ടിന്റെ മുമ്പിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെണ്ണും കുടുംബവും ഒന്ന് സമരം ചെയ്തിട്ട് യോഗി ആദിത്യനാഥ് തിരിഞ്ഞുപോലും നോക്കിയില്ല. അവസാനം നിരാശ തോന്നി. പെൺകുട്ടിയും കുടുംബവും സമരം അവസാനിപ്പിച്ചു പോയി. പക്ഷേ യോഗി അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. തോക്ക് കൈവശം വെച്ചു എന്ന കള്ളക്കേസ് പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവിനെ ജയിലിലടച്ചു. ജയിലിലടച്ചിട്ട് അതിക്രൂരമായ മനുഷ്യനെ പീഡിപ്പിച്ചു.
ഈ BJP MLA സഹോദരനും അയാളുടെ കൂട്ടാളികളും ഓരോ ദിവസവും ലോക്കപ്പിൽ വന്ന് മണിക്കൂറുകളോളം ഈ പെൺകുട്ടിയുടെ പിതാവിനെ പീഡിപ്പിക്കുന്നു, കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിരാശ തോന്നിയ ഈ പെൺകുട്ടി രണ്ടാമത് വീണ്ടും യോഗി ആദിത്യനാഥിന്റെ വീട്ടിന്റെ മുമ്പിൽ സമരം നടത്തി. ആ സമരവും വിജയിച്ചില്ല. അവസാനം നീതി കിട്ടാതെ താനെന്തിന് ജീവിക്കണമെന്ന് കരുതി ആ പെൺകുട്ടി യോഗിയുടെ വീട്ടിന്റെ മുമ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ അവൾ മരണപ്പെട്ടില്ല. പാതിവെന്ത ശരീരവുമായി അവൾ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം വന്ന വാർത്ത, ലോക്കപ്പിൽ കഴിഞ്ഞുകൂടി അവളുടെ പിതാവ്, അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. അവളുടെ അച്ഛൻ ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. ഇയാളുടെ സ്വാഭാവികമായ മരണമാണോ അതോ കൊലപാതകമാണോ എന്ന് അന്വേഷിച്ചു. ഇയാളെ തല്ലിക്കൊല്ലതാണ് എന്ന് കൃത്യമായി കണ്ട ദൃക്സാക്ഷികൾ ഒരുപാടുണ്ടായിട്ടും ഒരാളും സാക്ഷി പറയാൻ തയ്യാറായില്ല. അവസാനം ഈ ഹിന്ദു കുടുംബത്തിലെ ഉന്നാവോയിലെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ BJP MLA സഹോദരനും കൂട്ടാളികളും തല്ലിക്കൊന്നതാണ് എന്നതിന്റെ വിഷയത്തിൽ യൂനുസ് എന്നു പേരുള്ള ഒരു മുസൽമാൻ സാക്ഷി പറയാൻ തയ്യാറായി. യൂനുസ് സാക്ഷിയായി. പക്ഷേ ആ യൂനുസിനെയും അവർ വെറുതെ വിട്ടില്ല. ഒരു ദിവസം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട യൂനുസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും നിമിഷങ്ങൾക്കുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ യൂനുസും കൊല ചെയ്യപ്പെടുകയാണ്. CBI അന്വേഷിക്കുന്ന ഒരു കേസിലെ ഏക ദൃക്സാക്ഷിയായിരുന്നിട്ട് പോലും CBI പോലും ആ ശവശരീരം കാണിച്ചു കൊടുക്കാതെ ഉത്തർപ്രദേശിന്റെ പോലീസ് അതെവിടെയോ കൊണ്ടുപോയി കുഴിച്ചിട്ടു. നമ്മൾ നോക്കേ, ഒരു ഭരണ സംവിധാനത്തെ പറ്റിയിട്ടായി പറയുന്നത്. എന്നിട്ടും ആ ഉന്നാവിലെ പെൺകുട്ടിയെ വെറുതെ വിട്ടില്ല. അച്ഛൻ കൊല ചെയ്യപ്പെട്ടു, സാക്ഷിയായ മനുഷ്യനും കൊല ചെയ്യപ്പെട്ടു. അതും പോരാഞ്ഞിട്ട് കേസിന് അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളുടെ അമ്മാവനെ 19 കൊല്ലം മുമ്പുള്ള ഒരു കൊലപാതക കേസിൽ കുടുക്കി ജയിലിലടച്ചു. ആന്തരിയുണ്ട് എന്നൊന്ന് പറയാൻ പിന്നെയൊന്നില്ല അവളോടൊപ്പം നിൽക്കാൻ. ആ കുടുംബം നിയമപരമായ പോരാട്ടങ്ങൾ നടത്തി. കോടതി പറഞ്ഞു ഈ പെൺകുട്ടിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം കൊടുക്കണം. എങ്ങനാ സംരക്ഷണം കൊടുത്തെന്നറിയോ? യോഗി ആദിത്യനാഥിന്റെ പോലീസ് സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ശരീരം എന്ന പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും അവളുടെ 2 അമ്മായിമാരെയും ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി അടച്ചു. വെളിച്ചമോ പ്രകാശമോ കാറ്റോ പോലും ഇല്ലാത്ത ഇരുട്ടുമുറിയിൽ സെക്യൂരിറ്റിയുടെ പേരിൽ. എന്നിട്ട് കേസിന്റെ ആവശ്യമായ ആ പെൺകുട്ടിക്കും കുടുംബത്തിനും ഒരു യാത്ര പോകേണ്ടി വന്നപ്പോൾ വളരെ ഐഡിയപരമായി പോലീസ് അതിൽ നിന്ന് കാര്യകാരണങ്ങൾ പറഞ്ഞൊഴിവാവുകയും ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാറിലേക്ക് നമ്പർ പ്ലേറ്റിൽ കറുത്ത പെയിന്റ് അടിച്ച ഒരു ലോറി വന്നിടിച്ചു കയറുകയും കേസിലെ പ്രധാന സാക്ഷിയായിരുന്ന അമ്മായി ഉൾപ്പെടെ 2 അമ്മായിമാരും കൊല ചെയ്യപ്പെടുകയും ഈ പെൺകുട്ടിയും അവളുടെ അമ്മയും നട്ടെല്ല് തകർന്ന് ശരീരം തളർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കപ്പെടുകയും ചെയ്തു. ഒരു ഹിന്ദു സമൂഹത്തിലെ പെൺകുട്ടിക്കെതിരെ യോഗി ആദിത്യനാഥും അയാളുടെ പോലീസും ചെയ്തു കൂട്ടിയ ദുഷ്ചെയ്തികളെ പറ്റിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ UP-യിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നരനായാട്ടുകളെ മറച്ചു പിടിക്കുവാനും ആ നരനായാട്ടുകളുടെ അവസാന ഉദാഹരണവുമായിട്ടുമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരായ അൻഷാദിനെയും ഫിറോസിനെയും ജയിലിലടച്ചിട്ട് ഭീകരവാദികളായി ചിത്രീകരിക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ സംഘപരിവാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പണി. തങ്ങൾക്കെതിരെ ആര് ശബ്ദിച്ചാലും, എതിർ ശബ്ദങ്ങൾ എവിടെ ഉയർന്നു വന്നാലും അവരെ ഏതെങ്കിലും വിഭാഗം ഭീകരവാദികളായി ചിത്രീകരിച്ചില്ലാതാക്കുക. മുസ്ലിമുകൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചാൽ, പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി ശബ്ദിച്ചാൽ, മുസൽമാന്റെ ഉന്നമനത്തിന് വേണ്ടി ശബ്ദിച്ചാൽ ഉടനെ അവരെ ജിഹാദികളാക്കി മാറ്റുക. ജിഹാദികൾ എന്ന് പേരിട്ട് വിളിക്കുക. ഏതെങ്കിലും ഒരു പദത്തോടൊപ്പം ജിഹാദ് എന്ന് ചേർത്തിട്ട് ഭീകരവൽക്കരിക്കുക. അല്ലേ? നമ്മൾ കാണുന്ന അതല്ലേ? UPSC ജിഹാദ്, ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്, ഹലാൽ ജിഹാദ്. ഇപ്പൊ ഹലാൽ ജിഹാദൊക്കെ വലിയ വിഷയാക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അറിയണം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും ഒരു മുസ്ലിമിന് ഒരു അച്ചടക്കമുണ്ട്. അവൻ എന്ത് വസ്ത്രം ധരിക്കണം, അവൻ എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കണം, അവൻ എങ്ങനെ കുടുംബജീവിതം നയിക്കണം, അവൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം. അക്കൂട്ടത്തിൽ കൃത്യമായ ഒരു നിലപാട് ഇസ്ലാമിനോട് ഒരു മുസ്ലിം ഹലാലായ ഭക്ഷണേ കഴിക്കാവുള്ളൂ. ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് അറുത്തു മുറിക്കപ്പെട്ട കോഴിയോ
താറാവോ അല്ലെങ്കിൽ പോത്തോ പശുവോ കാളയോ ഇതൊക്കെ പാചകം ചെയ്ത് കഴിക്കാൻ പാടുള്ളൂ. ഇതിനാ ഹലാല് എന്ന് പറയുന്നത്. ഹലാൽ എന്ന് പറഞ്ഞാൽ കേവലം ചിക്കൻ ഫ്രൈയിലും ബീഫ് റോസ്റ്റിലും മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു മുസ്ലിമിന്റെ സമ്പത്ത് ഹലാലായിരിക്കണം. പലിശ ഹറാമാണ്, വഞ്ചിച്ചെടുത്ത പണം ഹറാമാണ്, കൈക്കൂലി ഹറാമാണ്, സ്ത്രീധനം ഹറാമാണ്. ഇങ്ങനെ ഓരോ നിലയിലും ഹറാമും ഹലാലും ഇസ്ലാം പറയുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. അതിനി ഒരു മുസ്ലിമിന്റെ ഹോട്ടലിലും ഹലാൽ അല്ലാത്ത ഭക്ഷണമാണെങ്കിൽ കഴിക്കാൻ പാടില്ല. ഇനി ഒരു ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഓണർഷിപ്പിലുള്ള ഹോട്ടൽ, അവിടെ അറുക്കപ്പെടുന്ന, അവിടെ പാചകം ചെയ്യപ്പെടുന്ന കോഴിയും അവിടെ കൊണ്ടുവരുന്നതായ മാംസവും ഹലാലായ മാംസമാണെങ്കിൽ കഴിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. ഇതാണ് ഹലാൽ എന്ന് പറയുന്നത്. എന്നാൽ അതിനെ പോലും ജിഹാദ് എന്ന് പറഞ്ഞു കൊണ്ടുവരിക. മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ മാത്രം കച്ചവടം നടന്നാൽ മതി, ബാക്കിയുള്ള ഹോട്ടലിൽ കച്ചവടം നടക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ മുസ്ലിമിന്റെ ഹോട്ടൽ മാത്രം പോരല്ലോ, തുണിക്കടയിലും കച്ചവടം നടക്കണ്ടേ? അപ്പൊ മുസ്ലിം തുണിക്കടയിലൊക്കെ ഹലാൽ തുണിത്തരങ്ങൾ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടോ? മുസ്ലിമിന്റെ സ്റ്റേഷനറി കടകളിലെല്ലാം ഹലാൽ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടോ? മുസ്ലിമുകളുടെ ഹോസ്പിറ്റലിലെല്ലാം ഹലാൽ എന്ന ബോർഡ് വെച്ചിട്ടുണ്ടോ? മുസ്ലിമുകളുടെ മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ഹലാൽ എന്ന ബോർഡ് വെച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിച്ച് വർഗീയതയുണ്ടാക്കി കലാപങ്ങൾ നടത്തി മാത്രം അധികാരത്തിലെത്താൻ സംഘപരിവാരം കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജിഹാദി ആരോപണങ്ങൾ ഇങ്ങനെ ഓരോ ജിഹാദ് ഇങ്ങനെ കൊണ്ടുവരിക അല്ലേ? ഇപ്പൊ ഉണ്ടല്ലോ ഒരു പൂഞ്ഞാറ്റിലെ MLA, നമ്മളെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ സാധാരണ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പൂഞ്ഞാറ്റിച്ചെന്ന് പറഞ്ഞാൽ മതി. കാരണം അതിനൊരു വിലയും അതിനൊരു യാതൊരുവിധ പിൻബലവും ഇല്ലാത്തോണ്ടാ. അതുകൊണ്ട് ഒരു നിലയും ഒരു വിലയും ഒരു പിൻബലവും ഇല്ലാത്ത കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ചീഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൂഞ്ഞാറ്റിലെ MLA പോലും ഇപ്പൊ പറയാ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സംഘപരിവാരം ആരോപിക്കുന്നത് പോലെ ഹിന്ദു പെൺകുട്ടികളെ പ്രേമിച്ച് മതം മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. ആരാ പറയുന്നേ? ഹിന്ദു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ സ്വന്തം മകൻ പ്രേമിച്ചു കൊണ്ടുവന്നപ്പോ മതം മാറ്റി മാമോദീസ മുക്കിയിട്ടല്ലാതെ വീട്ടിൽ കേറ്റൂല എന്ന് പറഞ്ഞ ലവ് ജിഹാദിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡറായ പൂഞ്ഞാറ്റിലെ MLA ആദ്യം അയാളെ മോനെ നന്നാക്കട്ടെ, എന്നിട്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ വെച്ചിട്ട് കയറാൻ വരട്ടെ. ഇങ്ങനെ ജിഹാദി ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് മുസ്ലിമുകളാണ് എങ്കിൽ, ഇനി ദലിതുകളാണെങ്കിലോ ആദിവാസികളാണ് എങ്കിലോ, ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്ന ദലിതുകൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചാൽ, ഈ രാജ്യത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ദലിതുകൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചാൽ, സവർണർക്കെതിരെ അവർണർ നേടിയെടുത്ത വലിയ വിജയത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ചരിത്രമായ ഭീമാ കൊറേഗാവിന്റെ 100ാമത് വാർഷികത്തിന്റെ അന്ന് ഭീമാ കൊറേഗാവ് നടന്ന സ്ഥലത്ത് ദലിതുകളും അവർണരുമായ പാവപ്പെട്ട സഹോദരങ്ങൾ ആഘോഷത്തിനു വേണ്ടി ഒന്നു ചേർന്നപ്പോൾ സംഘപരിവാരം കലിപ്പ് കയറിയിട്ട് ആ പാവങ്ങളുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. എന്നിട്ട് എന്തുണ്ടായി? ദലിതുകളെ മുഴുവനും തീവ്രവാദികളാക്കുക. അവരെ പറ്റി ജിഹാദികൾ എന്ന് പറയില്ല, അർബൻ നക്സലൈറ്റുകളാണവർ. അർബൻ നക്സലൈറ്റുകൾ. അവരെയും വെടിവെച്ചു കൊല്ലുക, അവരെയും ജയിലിലടക്കുക, എന്നിട്ട് നക്സലൈറ്റുകൾ എന്നവരെ പേര് കുത്തുക. വരവര റാവു ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത സമയത്തല്ലേ ജാമ്യം കിട്ടിയത്? ഇത് ദലിതുകളാണെങ്കിൽ അങ്ങനെ. ഇനി സിഖുകാരാണെങ്കിലോ, രാജ്യത്തൊരു വലിയ കാർഷിക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? സംഘപരിവാർ അനുകൂല സന്തത സഹചാരികളായ സമ്പന്നരായ കോർപ്പറേറ്റ് മേധാവികൾക്ക് വേണ്ടി രാജ്യത്ത് മണ്ണിനോടും കല്ലിനോടും പടവെട്ടി പൊന്നു വിളയിക്കുന്നതായ പാവപ്പെട്ട കർഷകന്മാർക്ക് ആവശ്യമില്ലാത്ത ഒരു കാർഷിക വിരുദ്ധ ബില്ല് ഇവിടെ പാസാക്കിയെടുത്ത് കർഷകന്മാരുടെ അധ്വാനത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ അംബാനിക്കും മദാനിക്കും വേണ്ടിയിട്ട് ചൂടപ്പം ചുട്ടെടുക്കുന്നത് പോലെ ബില്ലുകൾ പാസാക്കിയെടുക്കുന്നതായ അമിത്ഷായുടെയും മോഡിക്കുമെതിരെ സിഖുകാരായ കർഷകന്മാർ സമരവും പ്രക്ഷോഭവും നടത്തി. എങ്ങനെയാ അതിനെ സംഘപരിവാരം നേരിട്ടെടുത്തത്? ഇവരൊക്കെ ഖലിസ്ഥാൻവാദികളാണത്രേ, അവരും തീവ്രവാദികളാണ് എന്ന് പറഞ്ഞാൽ സംഘപരിവാരത്തിനെതിരെ ചിന്തിക്കുന്നവർ ഭീകരവാദികൾ. അവർക്കെതിരെ എഴുതിയാൽ, ഒരക്ഷരം മിണ്ടിയാൽ, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഉണ്ടല്ലോ ടൂൾ കിറ്റ് വിവാദം. ടൂൾ കിറ്റ് നമ്മളൊന്ന് നോക്കണം. സംഘികൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ആരായാലും അവർ വെറുതെ വിടൂല അല്ലേ? അത് വിദ്യാർത്ഥികളാകട്ടെ, പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ സഫൂറ ഉൾപ്പെടെ, ഷർജീൽ ഇമാം ഉൾപ്പെടെ ഈ രാജ്യത്ത് ക്രിയാത്മകമായി ഇടപെടൽ നടത്തുന്നതായ വിദ്യാർത്ഥി നേതാക്കന്മാരെ ഉൾപ്പെടെ ജയിലിലടച്ചില്ലേ? ഗർഭിണിയായിരുന്നില്ലേ സഫൂറ? റമദാനിലെ നോമ്പുകാരിയായിരുന്നില്ലേ സഫൂറ? അവളെ പോലും വെറുതെ വിട്ടോ?
ഡൽഹിയിലെയും മറ്റ് യൂണിവേഴ്സിറ്റിയിലെയും മുസ്ലിമുകളും മറ്റ് അമുസ്ലിമുകളുമായ പെൺകുട്ടികളെ പോലും സംഘപരിവാരം വെറുതെ വിട്ടോ ഇല്ല. അത്ര ക്രൂരമായ മുഖമാണ് RSSന്റെ മുഖമെന്ന് പറയുന്നത്. തങ്ങളുടെ എതിർ ശബ്ദങ്ങളെയൊക്കെ ഭീകരവാദികളായി ചിത്രീകരിച്ച് തല്ലിച്ചതച്ചില്ലാതെയാക്കുക. വിദ്യാർത്ഥികളാണെങ്കിലും വെറുതെ വില്ല. അത് 17ഉം 18ഉം വയസ്സുള്ളവരാകട്ടെ. കാർഷിക സമരം നടത്തുന്നവർക്ക് നിങ്ങൾ ഇന്ന മോഡൽ സമരം നടത്തിയാൽ നന്നാകുമെന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പെൺകുട്ടി പോസ്റ്റ് ഇടുണ്ടായി. 17ഓ 20ഓ വയസ്സേ ഉള്ളൂ. അപ്പൊ അവളെയാണ് ടൂൾ കിറ്റ് വിവാദത്തിലെ ഭീകരവാദി എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നത്. ടൂൾ കിറ്റ് എന്നൊക്കെ പറഞ്ഞായിരിക്കും പോലീസിനെ നേരിടാനുള്ള തടിയും വടിയും ഉളിയൊക്കെ ആണെന്നൊന്നുമല്ല. അത് അവളിട്ട ഒരു സമരത്തിന്റെ മുറയാണ്. അതിനെ ടൂൾ കിറ്റ് എന്ന് പേരിട്ടിട്ട് അവളെയും ഭീകരവാദിയാക്കുക. ഈ രാജ്യത്തെ സംഘപരിവാരത്തിനെതിരെ ആര് ശബ്ദിച്ചാലും, സിനിമാ നടന്മാർ ശബ്ദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൊക്കെ വലിയ താരരാജാക്കന്മാരായി പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനും നാളിന്നുവരെയും സംഘപരിവാരത്തിനെതിരെ ഒരക്ഷരം മിണ്ടാനുള്ള നട്ടെല്ലിന് ഉറപ്പുണ്ടായിട്ടില്ല. ഇനി അഥവാ ആരെങ്കിലും കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒക്കെ ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തിയാൽ ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസം അവരുടെ വീട്ടിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുകയാണ്, EDയുടെ റെയ്ഡ് നടക്കുകയാണ്. അവരെ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമം നടക്കുകയാണ്. അവരുടെ സിനിമ അവസരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. രാജ്യത്തറിയപ്പെട്ട ഒരു 1 മാൻ ഷോ നടക്കുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, അയാൾ പലപ്പോഴും സംഘപരിവാരത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു പരിപാടിക്ക് അദ്ദേഹം സ്റ്റേജിൽ വരുമ്പോൾ പരിപാടിക്ക് മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക. എന്താ? ഈ വേദിയിൽ അയാൾ സർക്കാരിനെതിരെ തമാശ പറഞ്ഞതിനല്ല പറയുമെന്ന് പറഞ്ഞിട്ട് കേസെടുക്കുക. അതുകൊണ്ട് എന്തായി? നമ്മളൊക്കെ വലിയ തലയിലേറ്റ് നടന്ന ആളുകൾ, മെട്രോമാൻ, അയാളുടെ തലയിൽ അല്പസ്വല്പം വിവരവും ബോധവും കൊണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. ഇപ്പോ തലയ്ക്കകത്ത് മുഴുവൻ വർഗീയതയുടെ ചാണകച്ചാറാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി. സംഘപരിവാരത്തിന്റെ ആലയത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. ദ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. നമുക്ക് അദ്ദേഹത്തേക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തിന്റെ കളി, അദ്ദേഹത്തിന്റെ സ്വഭാവം. പക്ഷേ ഇപ്പൊ എന്തുണ്ടായി? സച്ചിൻ ടെണ്ടുൽക്കറും ഇന്ത്യ ക്രിക്കറ്റ് ടീമിലെ ഭൂരിപക്ഷം ആളുകളും സംഘപരിവാരത്തിന്റെ ആലയത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരായി സംഘപരിവാര ഭീഷണിയിൽ ഭയപ്പെട്ടുകൊണ്ട് ആ ആലയത്തിൽ തളയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് കൃത്യമായി സംഘപരിവാരത്തിനെതിരെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. എത്ര വലിയ ഭീഷണിപ്പെടുത്തലുകൾ വന്നാലും പിന്മാറാൻ ഈ പ്രസ്ഥാനം തയ്യാറല്ല. ഭീകരവാദികളെന്ന് 1000 വട്ടം വിളിക്കപ്പെട്ടാലും, തീവ്രവാദികളെന്ന് 1000 വട്ടം വിളിക്കപ്പെട്ടാലും, എത്രയെത്ര ആരോപണങ്ങൾ ഞങ്ങളുടെ മേൽ കെട്ടിച്ചമച്ചാലും ഈ പ്രസ്ഥാനം ഒരടി പോലും പിന്നോട്ട് വെക്കാൻ തയ്യാറല്ല. ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സംഘപരിവാരത്തിനെതിരെ ശബ്ദിക്കുന്നത് കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തീവ്രവാദി എന്ന് വിളിക്കുന്നതെങ്കിൽ, സംഘപരിവാരത്തിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നതെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര സിദ്ധാന്തത്തിന് ശവപ്പറമ്പ് പണിഞ്ഞിട്ടല്ലാതെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരടി പോലും പിന്നോട്ട് വെക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് എത്ര തവണ ഞങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിച്ചാലും, എത്ര തവണ ഞങ്ങളെ ഭീകരവാദികൾ എന്ന് വിളിച്ചാലും, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ഒരാശയമുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് വിളിച്ചു പറഞ്ഞില്ലേ, ഏ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളിൽ ആരൊക്കെ ഈ സത്യമാർഗത്തിൽ നിന്ന് പിൻവലിഞ്ഞു പോയാലും, നിങ്ങൾ ആരൊക്കെ ഈ സത്യപ്രസ്ഥാനത്തിൽ നിന്ന് പിൻവലിഞ്ഞു പോയാലും, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു ഒരു വിഭാഗത്തെ കൊണ്ടുവരുന്നതാ, പടച്ച തമ്പുരാൻ ഒരു സംഘത്തെ കൊണ്ടുവരുന്നതാ. ഈ എങ്ങനെയുള്ളവരാ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഇഷ്ടപ്പെടുന്നവരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയും ഇഷ്ടപ്പെടുന്നതാ. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അതേ വിശ്വാസികളോട് വിനയം പ്രകടിപ്പിക്കുന്നതായ ഒരു വിഭാഗം, വിശ്വാസികളോട് സാഹോദര്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം, വിശ്വാസികളൊന്നും അന്തസ്സോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവരുന്നതാ. എന്നാലോ അഇസ്സത്തിൻ അലൽ കാഫിരീൻ,
ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പ്രതാപത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വിഭാഗം, ഇസ്ലാമിന്റെ ശത്രുക്കളോട് സന്ധിയില്ലാ സമരം നടത്തുന്ന ഒരു വിഭാഗം, അങ്ങനെ ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാ. അവരെന്താണ് ചെയ്യുന്നത്? യുജാഹിദൂന ഫീ സബീലില്ലാഹ്. അവരല്ലാഹുവിന്റെ മാർഗത്തിൽ ദബർബ സമരം നടത്തുന്നതാ. പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ വലത് കൈയുടെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ അവസ്ഥാന്തരീക്ഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ നിന്റെ നാമത്തിൽ രക്തസാക്ഷിത്വം വഹിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവര് കൃത്യമായി പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതാ. വലാ യഖാഫൂന ലൗമത ലായിം. ആയിരക്കണക്കിന് തവണ അവരെ ഭീകരവാദി എന്ന് വിളിച്ചാലും, ആ വിഭാഗത്തെ തീവ്രവാദി എന്ന് വിളിച്ചാലും, ആ വിഭാഗത്തെ മതമൗലികവാദികളെന്ന് വിളിച്ചാലും, ആ വിഭാഗത്തെ രാഷ്ട്രദ്രോഹികളെന്ന് വിളിച്ചാലും ഒരിക്കലും സത്യമാർഗത്തിൽ നിന്നവർ പിന്നോട്ട് പോകില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനമുണ്ടല്ലോ, ആ മഹത്തായ ഖുർആൻ പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിഭാഗമാ. അതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. വലാ യഖാഫൂന ലൗമത ലായിം. ഒരാക്ഷേപന്റെയും ആക്ഷേപത്തെയും ഭയപ്പെടൂല. യോഗി ആദിത്യനാഥ് 1000 വട്ടം വിളിക്കട്ടെ, നരേന്ദ്രമോദിയും അമിത്ഷായും 1000 വട്ടം വിളിക്കട്ടെ, കപടമതേതരത്വത്തിന്റെ മുഖം മൂടിയടിഞ്ഞവർ 1000 വട്ടം വിളിക്കട്ടെ ന്യൂനപക്ഷ തീവ്രവാദികളെന്ന്. വലാ യഖാഫൂന ലൗമത ലായിം. അതിന്റെ മുമ്പിലൊന്നും ഭയപ്പെട്ടുകൊണ്ട് യുദ്ധമുന്നണിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനം അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ കൃത്യമായ ഒരു പ്രതിരോധത്തിന്റെ പടകാഹളം മുഴക്കാൻ ഇന്ന് ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാത്രമാണുള്ളത്. ഇത് കേവല അവകാശവാദമൊന്നുമല്ല. ആരെയാ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയാ നമ്മൾ കാത്തിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ സംഘപരിവാരത്തിന്റെ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കപടമതേതരത്വത്തിന്റെ മുഖം മൂടികൾ അണിഞ്ഞ ഇടതു വലത് രാഷ്ട്രീയ മുന്നണികൾ ഉണ്ടാകുമെന്നിനിയും ഈ സമുദായം വിശ്വസിക്കുന്നുണ്ടോ? എവിടെ? എങ്കിൽ സംഘപരിവാരത്തിനെതിരെ കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടി എവിടെ? പ്രതിപക്ഷ നേതാവ് എവിടെയാ? കടലിൽ കിടക്കുക, കരക്ക് കയറിയിട്ടില്ലെന്ന് വരെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൽ വിശ്വാസമർപ്പിച്ചു. നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെങ്കിലും മനസ്സുകൊണ്ടൊന്ന് ദുആ ചെയ്ത് പടച്ചോനെ അങ്ങേരൊന്ന് ജയിച്ചു എന്ന് പ്രധാനമന്ത്രിയായെങ്കിലെന്ന്. പക്ഷേ സംഘപരിവാരത്തിന്റെ ചതിക്കുഴികൾ അറിഞ്ഞിട്ട് പ്രതിരോധിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റിയില്ല. EVM അട്ടിയമറികൾ ഉൾപ്പെടെ സംഘപരിവാരം നടത്തിയപ്പോ അവര് ജയിച്ചു വന്നപ്പോ രാഹുൽ ഗാന്ധി നിരാശനാണ്. പിന്നെ കുറെ ദിവസം പുള്ളിക്കാരനെ കാണാൻ പോലും ഇല്ല. പിന്നെ വയനാട്ടിലാ പ്രത്യക്ഷപ്പെട്ടത് അല്ലേ? എന്നിട്ടിപ്പോ ഈ രാജ്യം മുങ്ങിക്കൊണ്ടിരിക്കുമ്പോ NRCയും CAAയും കർഷക പ്രക്ഷോഭങ്ങളും മറ്റു പല കുഴപ്പങ്ങളും പുതിയ പുതിയ ബില്ലുകൾ പാസ്സാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളൊന്ന് ചിന്തിച്ചു നോക്കെ. വയനാട്ടിലെ സ്കൂളിലോ ക്ലബിലോ ഒക്കെ പരിപാടി നടക്കുമ്പോൾ പോവുക, കുട്ടികളോടൊപ്പം സെൽഫി എടുക്കുക, അവരോടൊപ്പം ഡാൻസ് കളിക്കുക. ചാടയൊന്നുമില്ലാത്ത മനുഷ്യൻ, അതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തെ. ഇനി അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കണോ? ഇതാണോ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ നിലവിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം? വഴി പോകുമ്പോൾ വഴിയിൽ ഇറങ്ങി കണ്ട അമ്മമാരെയൊക്കെ കെട്ടിപ്പിടിക്കുക, നല്ല കാര്യമാണ്, ആയിക്കോട്ടെ, അതൊക്കെ അതാണോ വേണ്ടത്? സംഘപരിവാരം രാജ്യത്തെ കടലിൽ മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മീൻപിടുത്തക്കാരോടൊപ്പം ഫൈബർ ബോട്ടിൽ കയറി പോവുക, കടലിൽ ചാടുക, കുളിക്കുക, താൻ വലിയ സംഭവമാണെന്ന് ലോകത്തോട് പറയാ. അതാണോ അദ്ദേഹത്തിൽ നിന്ന് ഇന്ത്യ രാജ്യം പ്രതീക്ഷിക്കുന്നത്? നമ്മൾ നോക്കണം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ഭരണകാലത്താ. ബാബരിക്കെതിരെ പല നടപടികളും ഉണ്ടായത് അവരുടെ ഭരണകാലത്താ. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ മുസ്ലിമുകളോട് പറഞ്ഞത് ബാബരി പൊളിക്കപ്പെട്ടിടത്ത് തന്നെ നിർമ്മിച്ചു തരുമെന്ന്. പക്ഷേ ഇപ്പൊ എന്തുണ്ടായി? സംഘപരിവാരം ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമമന്ദിര നിർമ്മാണം നടത്തുമ്പോൾ അവിടെ ശിലാകർമ്മം നടത്തുന്ന ചടങ്ങിലേക്ക് കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി പിണക്കത്തിലാ നരേന്ദ്രമോദിയോട്. കല്യാണത്തിനും പാലുകാച്ചിനും വിളിക്കാത്തോണ്ടല്ല, രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാകർമ്മത്തിന് വിളിക്കാത്തത് കൊണ്ട്. എന്നിട്ട് സോണിയാഗാന്ധിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു,
ഇന്ത്യയിൽ രാമക്ഷേത്രം ഉയർന്നു വന്നാലേ മതേതരത്വം ഉണ്ടാവും. ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസ് ഇന്ത്യയിലെ മുസ്ലിമുകളെ സംരക്ഷിക്കുമെന്ന്? ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിന്റെ ഉയർന്ന നേതാവാ. അയാളാണോ മുസ്ലിമുകളെ സംരക്ഷിക്കുമെന്ന് കരുതുന്നത്? എന്നാൽ അയാളാണ് രാമമന്ദിര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ സംഭാവന കൊടുത്തത്. ദീപ എന്നു പേരുള്ള കോൺഗ്രസ് MLA ഏകദേശം 50 ലക്ഷത്തോളം രൂപയാണ് അതിനു വേണ്ടി കൊടുത്തത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ കൊടുത്തില്ലേ പലരും? ഇടതിന്റെയും വലതിന്റെയും ആളുകൾ രാമനിർമ്മാണ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അല്ലേ? ഗോവധ നിരോധനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാ തല്ലിക്കൊലകൾ രാജ്യത്ത് പലതും നടക്കുന്നത്. എന്നിട്ട് ദിഗ്വിജയ് സിംഗ് പറയുന്നു ഇന്ത്യയിലും മുഴുവനും ആ നിയമം കൊണ്ടുവരണമെന്ന്. ഇവരാണോ തല്ലിക്കൊലയിൽ നിന്ന് മുസ്ലിമുകളെ രക്ഷിക്കാൻ പോകുന്നത്? ഇന്ന് രാത്രി കോൺഗ്രസിന്റെ MLA MP ആയിരിക്കും. നാളെ രാവിലെ ഒരു 100 കോടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ BJPയുടെ MLA MP ആയിരിക്കും. കെട്ടുകഥയല്ലല്ലോ ഇത്. ഞാൻ ചോദിക്കട്ടെ, ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വെറുതെ ഒരു പാർട്ടിയെ താറടിച്ച് കാണിക്കാൻ പറയുന്നതാണോ? ഇത് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതയല്ലേ? ഇനി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ പറ്റുമോ എങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. പല വിഷയങ്ങളുടെ പേരിലും പോപ്പുലർ ഫ്രണ്ടിന്റെയും അനുബന്ധ പ്രസ്ഥാനങ്ങളുടെയും കേന്ദ്രങ്ങൾ കയറി ഇറങ്ങി റെയ്ഡ് നടത്തിയിട്ടുണ്ട് പിണറായി വിജയന്റെ പോലീസ്. എന്നാൽ നമ്മൾ ചോദിക്കുന്നു, പറവൂരിൽ നടത്തപ്പെട്ട പ്രതിഷേധ യോഗത്തിനിടയിൽ സംഘപരിവാരത്തിന്റെ ഒരു ആംബുലൻസിന്റെ ഉള്ളിൽ കുറെ ഭീകരവാദികൾ തോക്കും വെടിയുണ്ടകളുമായി വാഹനം കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി കലാപങ്ങൾ നടത്താൻ ആയുധങ്ങളുമായി വന്ന് ശ്രമം നടത്തിയിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ അവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ട് RSSന്റെ പ്രവർത്തകരുടെ കൈകളിൽ നിന്ന് തോക്കും വെടിയുണ്ടയും ആയുധങ്ങളും ലഭിച്ചിട്ട് നാളുകൾ ഇത്രയായിട്ട് RSSന്റെ ഒരു ലോക്കൽ ഓഫീസിലെങ്കിലും ഒരു റെയ്ഡ് നടത്താൻ സഖാവ് പിണറായി വിജയനെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ഇദ്ദേഹമാണോ സംഘപരിവാരത്തിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കുമെന്ന് നമ്മൾ കരുതുന്നത്? ദുർഗാവാഹിനിയുടെ പ്രവർത്തകയായ ഒരു സ്ത്രീ കോടാനുകോടി രൂപ വിലയുള്ളതായ സ്ഫോടക വസ്തുക്കളുമായി പിടിക്കപ്പെട്ടു. സംഘപരിവാരം ഇപ്പോഴും കേരളത്തിന്റെ മണ്ണിൽ വിജയ് യാത്രയുടെ മറവിലും മറ്റു പല സംഭവങ്ങളുടെ മറവിലും കലാപാഹ്വാനങ്ങൾ നടത്തി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നുവരെ അതിനെ പ്രതിരോധിക്കാനുള്ള എന്ത് നടപടി സഖാവ് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ സംഘപരിവാർ സന്തത സഹചാരിയായ ശ്രീഎമ്മിന്റെ കൂട്ടുകാരനായ ഇപ്പൊ സഖാക്കളൊക്കെ ശ്രീഎമ്മിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ RSSന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ആചാര്യൻ മരണപ്പെട്ടപ്പോൾ അയാൾ ഈ രാജ്യത്തിനെന്തോ വലിയ സംഭവങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞ അനുശോചനം എഴുതി കൊടുത്ത ആളാ സഖാവ് പിണറായി വിജയൻ. നമ്മൾ ചോദിക്കുന്നത്, ഇനിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു കലാപമോ പ്രശ്നമോ ഉണ്ടായി സഹായിക്കുമെന്ന് കരുതുന്നുണ്ടോ? പ്രതീക്ഷ വെക്കുന്നുണ്ടോ? സംഘപരിവാരം കലാപത്തിനുള്ള പുറപ്പാടാണ്. ആയുധങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. കലാപത്തിനുള്ള ആഹ്വാനങ്ങൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചേർത്തലയിൽ നടത്തപ്പെട്ട സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങൾ നമുക്കറിയാം. പരസ്യമായി സംഘപരിവാരത്തിന്റെ നേതാക്കന്മാർ പലയിടങ്ങളിൽ പ്രസംഗിച്ചു, ഇസ്ലാമാണ് നമ്മുടെ പ്രശ്നം, മുസ്ലിമുകളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കേണ്ടുന്നതായിട്ടുണ്ട്, മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്യേണ്ടതായിട്ടുണ്ട്. മ്യാൻമറിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിമുകളെ ആട്ടിപ്പായിച്ചതുപോലെ ഇന്ത്യയിൽ നിന്ന് മുസ്ലിമുകളെ നാം വിചാരിച്ചാൽ ആട്ടിപ്പായിക്കാമെന്ന് സംഘപരിവാരം പരസ്യമായി പ്രസ്താവനകൾ നടത്തുമ്പോ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഈ രാജ്യം വിട്ടുകൊണ്ട് എവിടേക്കും പോകേണ്ടെന്ന ഒരു ദുരവസ്ഥ സംജാതമായാൽ ഇൻഷാ അല്ലാഹ് അതിനു മുമ്പ് ഇന്ത്യയിൽ RSSകാരെ പറഞ്ഞു വിടേണ്ടുന്ന സ്ഥലത്ത് പറഞ്ഞു വിട്ടിട്ടല്ലാതെ ഒരിടേക്കും പോകാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചിട്ടില്ല. നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടില്ല. സംഘപരിവാരം കലാപത്തിനുള്ള ആഹ്വാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാരം മുസ്ലിമുകളെ എല്ലാ നിലയിലും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, സംഘപരിവാരം കലാപത്തിന് ആഹ്വാനം ചെയ്യുമ്പോ സംഘപരിവാരത്തിന്റെ മനസ്സിലൊരു ചിത്രമുണ്ടാകും.
സംഘപരിവാരത്തിന്റെ തീപ്പന്തങ്ങൾക്കും വാളുകളുടെയും തൃശൂലത്തിന്റെയും മുന്നിൽ കൈകൂപ്പി നിന്ന് രക്ഷയ്ക്ക് വേണ്ടി യാചിച്ച ഖുതുബുദ്ദീൻ അൻസാരിമാരുടെയൊക്കെ ഒരു ചിത്രം കാണും. പക്ഷേ ആ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു മക്കളെ. നിന്റെ കയ്യിലെ ആയുധങ്ങൾ പിടിച്ചു വാങ്ങി കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ആർജവമുള്ള ആൺകുട്ടികൾ ഈ സമുദായത്തിലുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളായാലും നഷ്ടങ്ങളായാലും പ്രശ്നങ്ങളായാലും അതൊന്നും ഏകപക്ഷീയമാവുകയില്ല എന്ന് കലാപത്തിന് ഒപ്പുകൂട്ടുന്ന സംഘപരിവാരം തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊരു കാര്യം തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിന്റെ UP പോലീസ് പോപ്പുലർ ഫ്രണ്ടിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. യോഗി ആദിത്യനാഥ് പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ടാണ് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ ഞാൻ ക്ലീൻ ചെയ്ത് കളയുമെന്ന്. കാരണം എന്താ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തല്ലിക്കൊലപാതകങ്ങൾ നടത്തപ്പെടുന്നതായ UPയിൽ ഇരകൾ അസ്വസ്ഥരായി കഴിയുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ കഴിഞ്ഞുകൂടുമ്പോൾ ആ ഇരകൾക്ക് ധൈര്യം പകർന്ന് അവർക്ക് സമാധാനം പകർന്ന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയി എങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ഇടപെടണമെന്നുള്ള കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരോടൊപ്പം നിന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. NRC വിരുദ്ധ സമരത്തിൽ 23 മുസ്ലിമുകളെ കൊന്നുകളഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരോടൊപ്പം കൂടി അവർക്ക് ധൈര്യം കൊടുത്തു, അവരെ ഒപ്പം ചേർത്തു പിടിച്ചു, അവർക്ക് സഹായങ്ങൾ നൽകി. ഈ കേസ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയി. ഈ പ്രസ്ഥാനമേൽപ്പിച്ച അഭിഭാഷകൻ KK റോയ് ഈ കേസുമായി ചെല്ലുമ്പോൾ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ചോദിക്കുകയുണ്ടായി, 23 പേരെ വെടിവെച്ചു കൊന്നിട്ട് ഇന്ന് വരെ നടപടി ഉണ്ടായില്ലേ? KK റോയ് എന്ന ഈ സംഘടനയുടെ അഭിഭാഷകൻ പറഞ്ഞു, കേസുകൾ പലരും പലയിടത്തും കൊടുത്തു, കോടതികളിൽ പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തു, പക്ഷേ പോലീസുകാർ അതൊന്നും കോടതിയിലേക്ക് കൊണ്ടുവരാതിരുന്നതാണ്. അവരിതിനെ ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യാതിരുന്നതാണ്. കോടതി അനുവദിച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആ കേസുകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കോടതി KK റോയ് എന്ന അഭിഭാഷകന് അനുവാദം കൊടുത്തു. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് 7-ലധികം സ്ഥലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയമസഹായ സെല്ലുകൾ രൂപീകരിച്ചു. അവിടെ ആളുകൾ ഒഴുകിയെത്തി. ഏകദേശം 400ഓളം കേസുകൾ ഉത്തർപ്രദേശ് പോലീസിനെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അലഹബാദ് ഹൈക്കോടതിയിൽ കൊണ്ടുവരികയുണ്ടായി. ദിവസങ്ങൾക്കുള്ളിൽ യോഗി ആദിത്യനാഥ് പത്രസമ്മേളനം നടത്തുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ക്ലീൻ ചെയ്യുമെന്ന്. കേരളത്തിൽ നിന്നാണല്ലോ ഈ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ കേരളക്കാരോട് പ്രത്യേക ഒരു ദേഷ്യം ഉണ്ടാവും. നമുക്കറിയാമല്ലോ, അതിൽ ഒന്നാമതായി സിദ്ദീഖാപ്പൻ എന്ന മലയാളിയായ മാധ്യമ പ്രവർത്തകൻ. ത്രാസിലെ പെൺകുട്ടിയുടെ വീട്ടിൽ റിപ്പോർട്ട് എടുക്കാൻ പോയ അദ്ദേഹം കലാപകാരിയാണെന്ന് പറഞ്ഞു പിടിച്ചു. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തോടൊപ്പം ക്യാമ്പസ് ഫ്രണ്ടിന്റെ ചില പ്രവർത്തകരുണ്ടായിരുന്നു. സിദ്ദീഖാപ്പനെയും ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു കലാപകാരികളെന്ന് പറഞ്ഞുകൊണ്ട്. എന്തിന്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ക്ലീൻ ചെയ്യാൻ. രണ്ടാമത്, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആ പ്രവർത്തകർക്ക് യാത്ര ചെയ്യാൻ സാമ്പത്തികം ആവശ്യമായി വന്നപ്പോൾ സ്വാഭാവികമായും സംഘടനയോട് ചോദിക്കും. ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതാവിനോട് ചോദിച്ചു, മലയാളിയായ അഞ്ചൽ സ്വദേശിയായ റഊഫ് ഷരീഫിനോട്. അദ്ദേഹം പണം 2000-3000 രൂപ അവർക്ക് അയച്ചു കൊടുത്തു. അതിന്റെ പേരിൽ റഊഫ് ഷരീഫിനെ വലിയ ഭീകരവാദി എന്ന് ചിത്രീകരിച്ചുകൊണ്ട് എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കുന്നു. അവസാന ഹൈക്കോടതി ചോദിച്ചു, എന്തിനായി ചെറുപ്പക്കാരനെ ജയിലിടുന്നത്? അത്രയും വലിയ സാമ്പത്തിക ക്രമക്കേടൊന്നും ഇയാൾ നടത്തിയിട്ടില്ലല്ലോ, ജാമ്യം കൊടുത്തേക്കാൻ പറഞ്ഞു. ജാമ്യം കിട്ടി. പിറ്റേ ദിവസം UP പോലീസിന് വരുന്നു, റഊഫ് ഷരീഫിനെ കസ്റ്റഡിയിൽ വേണം ചോദ്യം ചെയ്യാൻ. എന്തിന്? പോപ്പുലർ ഫ്രണ്ടിനെ ക്ലീൻ ചെയ്യാൻ. അവസാന ശ്രമമാണ്, മൂന്നാമത്തെ ശ്രമമാണ് അൻഷാദിനെയും ഫിറോസിനെയും അറസ്റ്റ് ചെയ്തിട്ട് അവരിലൂടെയും പോപ്പുലർ ഫ്രണ്ടിനെ ക്ലീൻ ചെയ്യാൻ. ഇത് മാത്രമൊന്നുമല്ല, ഉത്തർപ്രദേശിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അഡ്ഹോക്ക് കമ്മിറ്റിയുണ്ട്. അഡ്ഹോക്ക് കമ്മിറ്റി കൺവീനറായിരുന്ന ഷഹസാദ് സാഹിബ്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത മാസങ്ങളോളം ജയിലിൽ അടച്ചു നോക്കി. മാത്രമല്ല, അഡ്ഹോക്ക് കമ്മിറ്റിയിലെ മറ്റൊരു മെമ്പറായിരുന്ന കാസി നസറുദ്ദീൻ, അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെയും നാളുകളോളം ജയിലിൽ അടച്ചു. ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ക്ലീൻ ചെയ്യാനും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ ഇല്ലായ്മ ചെയ്യാനും UPയിലെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ കിരാതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, ഞങ്ങളെ ചില പ്രവർത്തകരെ പിടികൂടി ഭീകരവാദികളെന്ന് വരുത്തി തീർത്ത് അവരെ അതിക്രൂരമായി പീഡിപ്പിച്ച് അവരെ ഇരുട്ട് ജയിലിലടച്ച് തോക്കും വെടിയുണ്ടയും ബോംബും ലോക്കപ്പും ലാത്തിയുമൊക്കെ കാണിച്ച് അവരെ ഭയപ്പെടുത്തുമ്പോൾ സംഘപരിവാരം പറയുന്നിടത്തെല്ലാം നിന്നുകൊണ്ട് കീഴൊതുങ്ങിയിട്ട് സംഘപരിവാരത്തിനെ അനുകൂലിക്കും അനുസരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഭയപ്പെടുവാനും നിങ്ങൾ പറയുന്നിടത്തൊക്കെ നിൽക്കാനും ഇത് പീറ സവർക്കറുടെ മക്കളല്ല, ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. ഇൻഷാ അല്ലാഹ് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായത്താൽ നാളിന്ന് വരെയും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനം രാജ്യത്തോടൊപ്പമാണുള്ളത്, ഈ പ്രസ്ഥാനം സത്യത്തോടൊപ്പമാണുള്ളത്, ഈ പ്രസ്ഥാനം ജനങ്ങളോടൊപ്പമാണുള്ളത്, ഈ പ്രസ്ഥാനം നിങ്ങളോടൊപ്പമാണുള്ളത്. രാജ്യത്ത് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. രാജ്യത്ത് ശക്തിയില്ലാത്തവന്റെ ശക്തിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. രാജ്യത്ത് പ്രതികരിക്കാൻ പറ്റാത്തവന്റെ പ്രതികരിക്കാൻ പറ്റുന്ന ശബ്ദമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് കുപ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സത്യമാർഗത്തിൽ വീണ്ടും അള്ളാഹുവിന്റെ വേണ്ടുകയാൽ മുന്നോട്ട് നീങ്ങാനാണ് ഈ പ്രസ്ഥാനത്തിന്റെ തീരുമാനം. നിങ്ങൾ ഓരോരുത്തരും ഈ മഹത്തായ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അർപ്പിക്കണം. അള്ളാഹു ഈ പ്രസ്ഥാനത്തെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഉൾപ്പെടെ നിരപരാധികളായി ജയിലിൽ കഴിയുന്നവർ, ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് ഉൾപ്പെടെ എല്ലാ നിരപരാധികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും എളുപ്പത്തിൽ മോചനം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഈ വിനീതനെ ഓർക്കണമെന്നും ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഓർക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളൊന്ന് വിളിച്ചപ്പോൾ ഞങ്ങളെ കേൾക്കാൻ തയ്യാറായി ഇവിടെ വന്ന് ഇത്രയും സമയം ക്ഷമയോടുകൂടി ഇവിടെ നിന്ന് ഈ സത്യവാചകങ്ങൾ കേൾക്കാൻ തയ്യാറായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവേശ്വരനായ പടച്ചതമ്പുരാൻ നന്മ ചെയ്യുമാറാകട്ടെ എന്ന